ഞാൻ ഒരു നല്ല ഭാര്യയല്ല, പക്ഷെ ഞാൻ നല്ലൊരു അമ്മയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും നെഞ്ചുവിരിച്ച് പറയാൻ പറ്റും. ഞാൻ ഒരു ഡൈവേഴ്സും ചെയ്യില്ല. അവസാനം വരെ അയാളുടെ ഭാര്യയായി തന്നെ ഞാൻ ജീവിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. കാർന്നോർക്ക് അടുപ്പിലും വിവാഹം എന്നൊരു സങ്കല്പം അനിവാര്യമാണോ? തന്നെ ചോദ്യം. മറ്റേ സിനിമയിൽ അനൂപേനോ പറഞ്ഞ പോലെ മാരേജ് ഈസ് എ ലൈസൻസ് ഫോർ ഹാവിംഗ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. ഈശ്വര, വീണ്ടും ഇത് ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ഇപ്പൊ ഷിപ്പുകൾ കുറെ രീതിയിലേക്ക് നമ്മൾ പറയാറുണ്ട്. കുറെ പുതിയ ടേമുകളൊക്കെ വന്നിട്ടല്ലോ. അതിന് നമ്മള് പല രീതിയിലേക്ക് അത് ജെൻസി അല്ലെ, അവരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ കാലവും ഇല്ലേ? ബോബന് മോളിൽ ഇപ്പിച്ച അതിന് എന്തോരം പെണ്ണ് കേസായിരുന്നു. അല്ല അവനാരെങ്കിലും പിടിച്ചണ്ടാ? അതായത് എന്താ പറയാ, ബെസ്റ്റിയാന്ന്. ഏറ്റവും വലിയ നമ്മൾ ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് ഹിപ്പിച്ചായനായിരുന്നു തുടക്കം. അന്ന് മുതലേ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ഇപ്പോഴത്തെ ആൾക്കാർ കുറെ പേരിട്ട് വിളിക്കണമെന്ന് മാത്രം. പുരുഷനേക്കാൾ വലുതെന്നോ പുരുഷനോളം തുല്യരാണ് ഞങ്ങൾ മനുഷ്യരാണെന്ന് പറയുക. എന്താണ് ശരിക്കും ഫെമിനിസം സ്റ്റേറ്റ്മെന്റ്? ആ ഫെമിനിസ്റ്റുകൾ സാധാരണഗതിയിൽ എപ്പോഴും പുരുഷനേക്കാളും കുറച്ചിങ്ങനെ ഒരു ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടേതായിട്ടുള്ള അങ്ങനെ പറയുന്നവരാണ് ഫെമിനിസ്റ്റുകൾ എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ താഴെ കുറെ പേര് അന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം ഫെമിനിസം എന്താണെന്ന് പോയി പഠിക്കൂ തള്ളേ. അങ്ങനെയാണ്. ഈ സ്ത്രീക്ക് തലയ്ക്ക് ഓളമാണോ? ഇവരെ കുറിച്ച് സോഷ്യൽ മീഡിയ പൊക്കി വെച്ചതോടുകൂടി ഇവരുടെ തലയുടെ പിരി ഇളകിയോ? നമ്മളിപ്പോ പറയുന്ന കൂടുതലായിട്ട് കേൾക്കുന്ന വാക്കാണല്ലേ ബെസ്റ്റി അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്. ഇപ്പൊ ഷിപ്പുകൾ കുറെ രീതിയിലേക്ക് നമ്മൾ പറയാറുണ്ട്. കുറെ പുതിയ ടേമുകളൊക്കെ വന്നിട്ടല്ലോ. അതിന് നമ്മള് പല രീതിയിലേക്ക് അത് ജെൻസി അല്ലെ, അവരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ കാലവും ഇല്ലേ? ഈ ഹാഷ്ടാഗും വാക്കുകളും ഇല്ലാന്നല്ലേ ഉള്ളൂ. ബോബന് മോളിൽ ഹിപ്പിച്ചായനാണ് എന്റെ താരം. ബോബന് മോളിൽ ഹിപ്പിച്ചായൻ ഭയങ്കര, അന്ന് മുതലേ അവൻ ഭയങ്കര ചൂളടിച്ചിട്ടില്ലേ. ബോബന് മോളിൽ ഹിപ്പിച്ചായൻ എന്തോരം പെണ്ണ് കേസായിരുന്നു. ആരെങ്കിലും പിടിച്ചണ്ടാ? അതിലും അല്ലേ? അല്ല അവനാരെങ്കിലും പിടിച്ചണ്ടാ? അതായത് എന്താ പറയാ, ബെസ്റ്റിയാന്ന്. ഏറ്റവും വലിയ നമ്മൾ ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് ഹിപ്പിച്ചായനായിരുന്നു തുടക്കം. അന്ന് മുതലേ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ഇപ്പോഴത്തെ ആൾക്കാർ കുറെ പേരിട്ട് വിളിക്കണമെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇതിൽ കുറെ കൂടി ജെൻസിനെ കുറ്റപ്പെടുത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ ജനറേഷനിലെ പിള്ളേരെ, ഇന്നത്തെ കാലത്തെ പിള്ളേരെ കുറ്റപ്പെടുത്താൻ? ശരിക്കും ഞാൻ ഇപ്പൊ ജനിക്കേണ്ട ആളായിരുന്നു അല്ലേ? അല്ലല്ല, അത് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒന്നും ഉണ്ടല്ലോ. ഇപ്പൊ മറ്റേ പറയലല്ലേ, നമ്മളെ എന്തെങ്കിലും ചെയ്തു തരും ഇതിലും വലുത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വന്നേന്ന് പറയുന്നത് പോലെ. അത് ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിക്കാതിരിക്കുമ്പോഴേ കുട്ടികളൊന്നും എന്റെ അടുത്ത് വലിയ വേഷം കെട്ടൊന്നും എടുക്കില്ല. കാരണം അവരൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അവര് പൊന്നു മിസ്സേ, കാരണം നമ്മളിങ്ങനെ കണ്ണിൽ നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കും. കാരണം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നേ. സാധാരണ ടീച്ചർമാരൊരു ട്രാക്ക് അതേയില്ല. ഇപ്പോഴും ടീച്ചർമാർ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ക്ലാസ്സിൽ വന്നാൽ പഠിപ്പിക്കുക, പോവുക. അതാണോ ടീച്ചർമാർ എന്ത് മാറ്റം വരുന്നത് ചിന്തിക്കുന്നത്? ഇപ്പൊ പൊതുവെ മറ്റേ ടീച്ചർ വെച്ചാല് ഇന്ന് ടീച്ചർ വന്നിട്ടുണ്ടാവും, എങ്ങനെ ലീവ് ആയിരിക്കും. അയ്യോ, എന്റെ പിള്ളേർ വിളിച്ചുകൊണ്ട് വരും. പീട്ടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിഷാമിസിന്റെ ക്ലാസ് രണ്ടും ഒരുപോലെയാണ്. എന്റർടൈൻമെന്റ് ആണ്. അല്ല, വീട്ടിക്ക് പോണേക്കാൾ രസമല്ലേ? ഈ സമ്പ്രദായം വിദ്യാഭ്യാസത്തിലെ രീതികൾ മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം എന്താ മാറ്റം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കണത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ മാത്രം ഒരുത്തങ്ങ് ചമ്പറം പടിഞ്ഞൊക്കെ ഇരുന്ന് തുടങ്ങി. ക്യാമറമാനൊക്കെ ഇന്നൊന്ന് വിദ്യാഭ്യാസം ഇഷ്ടമില്ലാത്ത ക്യാമറ, വിദ്യാഭ്യാസം ഇഷ്ടമില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ക്യാമറമാന്മാരെ കൊണ്ടുവന്നിരുത്തിട്ട് അല്ല ഞാൻ പറയണത് എന്താ നമ്മൾ പറഞ്ഞു അതെ വിദ്യാഭ്യാസ നയങ്ങൾ. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ മാത്രം അവരെ പഠിപ്പിച്ചു വിടും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ വീട്ടിലൊരു ഗ്യാസ് സിലിണ്ടർ മാറ്റി വയ്ക്കാൻ എത്ര പേർക്കറിയാം? ഒരു ലൈറ്റ് ഫ്യൂസ് മാറ്റിയിടാൻ എത്ര പേർക്കറിയാം? ഒക്കെ പോട്ടെ, വീട്ടിലൊരു തീപിടുത്തുണ്ടായി, അത് അണയ്ക്കാൻ എത്ര അവൻ്റെ ഫയർഫോഴ്സിനെ വിളിച്ചാൽ പോരെന്നായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ ചെറിയ ഒക്കെ പോട്ടെ, ഒരു ബാങ്കിൽ പോയിട്ട് ഒരു സ്ലിപ്പ് ഫില്ല് ചെയ്യാൻ എത്ര പേർക്കറിയാം? ഡിഗ്രി കഴിഞ്ഞതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ചുറ്റുപാട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന പിള്ളേർ തന്നെയാണ് ഇന്ന് ഞാനും നമ്മളും എല്ലാവരും. നമ്മളതൊന്നും പഠിപ്പിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമാണ് മറ്റേ പ്രളയം വന്ന സമയത്ത് ആളുകൾ മുണ്ട് വളച്ചു കുത്തിയിട്ട് ചെന്നത് വൈറ്റ് കോളേഡ് ജോബുള്ള ആളുകളൊന്നുമല്ല രക്ഷിക്കാൻ പോയത്. റോഡ് സൈഡിൽ നമ്മൾ നിൽക്കുന്ന ലോക്കൽസ് എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെയാണ് രക്ഷിക്കാൻ തന്നിട്ടുള്ളൂ. എന്താ അവർക്കറിയാം ജീവിതത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ആ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ എങ്ങനെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആ ലോക്കൽസിനെയാണ് നേരത്തെ പ്രണയിക്കരുത് പറഞ്ഞു ഇതാ ലോക്കലല്ല, ഞാൻ മുണ്ട് വളച്ചു കുത്തി വരുന്ന ലോക്കൽ പിള്ളേർ, നല്ല ലോക്കലായ പിള്ളേർ, ലോക്കാലിറ്റിയിലുള്ളവർ, ലോക്കലിന് നമുക്ക് അടുത്തുള്ള ചുറ്റുപാടുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ കുറെ കാര്യങ്ങളൊന്നും ഇന്നത്തെ ആ ഒരു ഇതിൽ പഠിപ്പിക്കുന്നില്ല. അതായത് കുറെ
ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുക, കുറെ മഗപ്പ് ചെയ്ത് പോയി ഛർദ്ദിക്കുക. ശരിക്കും മെമ്മറി ടെസ്റ്റ് അല്ലേ ശരിക്കും എക്സാമുകളിൽ നടക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ എന്താ അവരുടെ കാരണം പെൺകുട്ടികളാണ് അധികം അങ്ങനെ പഠിച്ചു പോയി ബൈഹാർട്ട് ചെയ്ത് പോയി എഴുതുക. കാരണം അവർക്ക് ചിലപ്പോൾ എനിക്കിപ്പോഴും ഏതെങ്കിലും കടയിൽ പോയിട്ട് മറ്റേ ഗൂഗിൾ പേ ഒക്കെ വന്നത് നന്നായി. ഇപ്പോഴും 12+7 എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ കൈയൊക്കെ പ്രത്യേകിച്ചിട്ട് ഈശ്വര, ഞാനിപ്പോഴും കടയിൽ പോയിട്ട് വല്ല കാശ് കൊടുത്തിട്ടേ പൈസ ചേട്ടന്മാർ തിരിച്ചു തന്നെ ഞാൻ എണ്ണില്ല. ചിലപ്പോൾ കണക്കൂട്ട അറിയില്ല, സത്യം അതാണ്. എന്താ വെച്ചാൽ കിട്ടിയതും പഠിച്ച് മിണ്ടാണ്ട് വീട്ടിലേക്ക് പോരും. കാരണം അതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അപ്പാപ്പന്മാരൊക്കെ മനക്കടക്ക് ഉസ്താദ് ഹോട്ടൽ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ എത്ര ഓർഡർ വന്നിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വരാറുണ്ടല്ലോ. അതിൽ നമുക്ക് എപ്പോഴും പഠിച്ച കാര്യങ്ങൾ ഉപകാരപ്പെടില്ല എന്നല്ല, ഇതിൽ കുറച്ചും കൂടി, അതായത് ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്ന് അങ്ങനെ ഒരു അവർ വയ്ക്കുന്നത് നല്ലതാണ്. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സ്ഥിരമായിട്ട് സ്കൂളുകളിലൊന്നും കോളേജുകളിലൊന്നും ഒരു കൗൺസിലിങ്ങിനൊന്നും ഒരാളും ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആരുടെ അടുത്ത് പോയി പറയാം? ടീച്ചർമാരുടെ അടുത്ത് എങ്ങനെ പോയി പറയാം? കണ്ണുരുട്ടി നോക്കുന്ന കുറേ ടീച്ചർമാരുണ്ടാവും. അങ്ങനെ ഈ ലൈനടി കേസുകൾ വീട്ടിലേക്ക് വിളിച്ച് പറയാം. ഇപ്പോഴും ഉണ്ടെന്നേ പിള്ളേരെ ലൈനടി, ആ ചെക്കൻ്റെ സ്റ്റാഫ് റൂമിൽ ഞാൻ ഇരിക്കുന്ന സമയത്തേ ഓരോ ടീച്ചർമാരോട് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയും, ഇന്നേ മറ്റോനവൻ ബൈക്കിന്റെ ബില്ല വന്നേന്ന്. അപ്പൊ ഞാൻ കേൾക്കുമ്പോ അയ്യോ എന്റെ പൊന്നെ, സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ കട്ട ഡിസ്കഷൻ അല്ല ടീച്ചർമാര്. ഇങ്ങനെ ടീച്ചർമാരെന്ന് പറയും, ഇന്നില്ലേ അഖിലെന്നുള്ള പേരല്ല ക്ലാസ്സിലുണ്ടാവല്ലോ, എന്നാ അഖിലിന്റെ പിന്നിൽ മറ്റോള് ഇരുന്നിട്ട് വന്നു, ഞാനൊന്നും വീട്ടിൽ വിളിച്ചു പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ കാണുമ്പോൾ അവർ പറയും, ആ സാധനത്തിന് കേട്ടിട്ട് കാര്യമൊന്നുമില്ല, അത് പോയിട്ട് ഇപ്പൊ ചിലപ്പോ ഇങ്ങനെയല്ലടാ ബൈക്കുമ്പോ കൊണ്ടുണ്ട്. അപ്പൊ അങ്ങനെ അതായത് ടീച്ചർമാരെ സംബന്ധിച്ച് ഇപ്പോഴും പിള്ളേരെ മുഴുവൻ അതായത് ശാസനേക്കാളും കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ചേർത്ത് നിർത്തൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് 21 വയസ്സുള്ള ഒരു മകളുണ്ട്, 11 വയസ്സുള്ള ഒരു മകളുണ്ട്. ഇത് നേരെ ഉൾട്ടിയാണെങ്കിൽ ഞാൻ തലതല്ലി ചാവേണ്ടി വന്നേനെ. കാരണം എന്റെ ചെറിയ കിടാവുണ്ടല്ലോ, എന്റെ റോഹ എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാ. അതായത് അതിനെ കൊണ്ട് ഇപ്പുള്ള കോപ്പിയോ പണ്ടത്തെ കോപ്പിയോ രണ്ട് ഫേസ് ആണല്ലോ ഇപ്പുള്ള മറ്റേ ഈ സാധനം അത് അതൊക്കെ വലുതായ എന്റെ ദൈവമേ. മൂത്ത കിടാവ് നല്ല ഡീസന്റ് കുട്ടി, അവളാണ് എന്റെ വീഡിയോ എടുക്കണതും. അപർണ എന്ന പേര്. നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നല്ല കുട്ടി. പൊതുവെ ഭയങ്കര ശരിക്കും സ്വന്തം ജീവിതത്തിൽ ഇവരോട് പറയുന്ന ഉപദേശം എന്താ? അത് ചെയ്യണ്ടെന്നാണ്, അത് ചെയ്യണമെന്നാണ് പറയാറ്. ഏത് ചെയ്യണ്ട? എന്ത് കാര്യങ്ങളിലും. ഇപ്പൊ സാധാരണ പാരന്റ്സ് പറയാം, അത് പാടില്ല, അരുത്, ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം, ഞാൻ ആകെ ഒരു കാര്യം എന്റെ മക്കളോട് പറയാറുള്ളൂ, നോണ പറയരുത്. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നോണ പറയണ ആൾക്കാരെ ഭയങ്കര അരിശം. കാരണം ഞാൻ നോണ പറഞ്ഞിട്ടല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. എന്ത് തണ്ടിത്തരം ചെയ്താലും അത് വിളിച്ചു പറയണം, നമ്മൾ ചെയ്ത തണ്ടിത്തരല്ലേ, അത് പറയാൻ ആംബിയറില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അപ്പൊ ഞാൻ അതെല്ലാം അന്തസ്. ചില ആളുകൾ പറയില്ലേ, എല്ലാ സത്യവും പറയണ്ട, കുറച്ച് സത്യം മൂടി, അതായത് നോണയല്ല പക്ഷെ കുറച്ച് സത്യം മൂടി വെക്കണ ചില ആളുകളില്ലേ. പക്ഷെ നമുക്ക് എല്ലാവരോടും പറയേണ്ടതുണ്ടോ? പക്ഷെ എല്ലാവരോടും പറയേണ്ടതില്ല എന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ അടുത്ത്. ഇപ്പൊ ഞാൻ ഇത്ര നന്നായി, ഞാൻ ഒരു നല്ല ഭാര്യയല്ല, പക്ഷെ ഞാൻ നല്ലൊരു അമ്മയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും നെഞ്ചു വിരിച്ച് പറയാൻ പറ്റും. കാരണം എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി നാളത്തേക്ക് ഞാൻ ഒന്നും സമ്പാദിച്ച് വെക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. നല്ല വിദ്യാഭ്യാസം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവരെ, അതായത് എൻ്റെ പോക്കറ്റിൽ ഒരു 10 രൂപ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവരും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുക, ഭക്ഷണം വാങ്ങിയോളൂ. അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകണേക്കാളും മോൾക്കൊക്കെ ഇഷ്ടം ഇവളുടെ ഫ്രണ്ട്സ് പറയും, അപ്പൂൻ്റെ ഫ്രണ്ട്സ് പറയും, ടീച്ചർ അനീഷ ടീച്ചർ, അവർ ഇളക്കിയിട്ട് തന്നെ അനീഷ ടീച്ചർ എന്ന് വിളിക്കുക. അവർക്ക് അങ്ങനെ വിളിക്കുക, നിഷ ടീച്ചർ ഞങ്ങളെയും കൊണ്ടുപോകുക ഫുഡ് അടിക്കാനെന്ന് ചോദിക്കും. അതായത് എങ്ങനെ, അതായത് അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോണേക്കാളും ഉള്ള ഒരു ഫ്രീഡം. എൻ്റെ കൂടെ ഭയങ്കര ഒരു ജിൽ വൈബ് തള്ളയാണ് ഞാൻ, വൈബ് തള്ള. അപ്പൊ മക്കളുടെ അടുത്ത് ഞാൻ ആകെ ഒരു കാര്യം പറയാം, നല്ല രീതിയിൽ പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, നോണ പറയാണ്ടിരിക്കുക. പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നിങ്ങളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. ചെറുതിനോടൊന്നും പറയേണ്ട കാര്യമില്ല, അതൊരു എന്റെ റോഹ ഒരു വന്ന് പറയോ പ്രേമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടാന്ന് പറഞ്ഞു അതൊക്കെ രണ്ടാൾ ഇല്ല, മൂത്തോളൊന്നും പ്രേമിച്ച് കണ്ടാവുന്നു തോന്നുന്നു. എന്റെ മോളാണെങ്കിലും അതപ്പന്റെ മോളാ, സാബുന്റെ മോളല്ലേ എന്തല്ലേ എന്താ സാധാരണ അമ്മമാരെ പറഞ്ഞ എക്സ്പ്രഷൻ ഞാൻ കാര്യം പിടിച്ചേ. സാധാരണ അമ്മമാരെ പറഞ്ഞ വിഷമമാണ്, പേടിയാണ്. അപ്പൊ കോളേജിൽ പോകുന്നു, അവിടെ പോകുന്നു, ആരൊക്കെ എന്തൊക്കെ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ള പറയുന്നോടത്ത് ഒരാൾ പറയാം എന്റെ മോളൊന്ന് പ്രേമിച്ച് കണ്ടാ മതി. അല്ല അവൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ അവൾക്ക് അതൊന്നുമല്ല. അവളുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ CA പോയോണ്ടിരിക്കുക, ഡിഗ്രി കഴിഞ്ഞു നല്ലോണം പഠിക്കുകയും ചെയ്യും.
നല്ലോണം വരയ്ക്കും, ഉം. ഭയങ്കര ക്ഷമയുള്ള കുട്ടിയാണ്. ഉം. പിന്നെ എന്താ വെച്ചാൽ അനാവശ്യമായിട്ട് വർത്താനൊന്നും പറയില്ല. ഉം. അവൾക്ക് അവളുടേതായിട്ടൊരു മുറി കുറച്ചിരുന്ന് ഇങ്ങനെ വരയ്ക്കുക, അധികം സംസാരിക്കാൻ പുള്ളി അവളുടേതായിട്ടുള്ള ലോകം, അവളുടേതായിട്ടൊരു ലോകം, അവളുടേതായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്യും. അവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ വരയ്ക്കും. ആ ചെറിയ കിടാവ് ചെന്ന് ഗിരി 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 എന്ന് ചൊറിയും. ചെറുത് അതൊരു ചൊറിയത്തിയാണ് എന്റെ പോലെ. ഞാൻ വെയിറ്റ് ചെയ്തതാ. ചെറുത് എന്റെ പോലെ ഒരു ചൊറിയത്തിയും, മൂത്തതൊരു അങ്ങനെ ഒരു വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മൂത്ത കുട്ടി. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയും, കുട്ടനിങ്ങനെ ആണുങ്ങളോട് പൂർണ്ണമായിട്ടും ദേഷ്യമൊന്നും വേണ്ടാട്ടാ, കാരണം എൻ്റെ അതേ ട്രാക്ക് തന്നെ അവള് അതേ ഒരു ദേഷ്യവും ഇതൊക്കെ, അങ്ങനെ എല്ലാവരും ഈ ലോകത്ത് പൊട്ടയൊന്നല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇനി ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിപ്പിച്ച് കല്യാണമൊന്നും ഞാൻ കഴിപ്പിക്കില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു റൈറ്റ് പേഴ്സണെ കണ്ടെത്തുമ്പോൾ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ ചരിത്രം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുക. ടീച്ചർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സ്ത്രീ പുരുഷനേക്കാൾ വലുതാണ് സാമർത്ഥ്യമാണെന്ന് പറയാൻ മണ്ടിയൊന്നല്ല ഞാനൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയല്ല. അല്ല, ശരിക്കും പുരുഷനേക്കാൾ വലുതെന്നോ പുരുഷനോളം തുല്യരാണ് ഞങ്ങൾ മനുഷ്യരാണെന്ന് പറയുക. എന്താണ് ശരിക്കും ഫെമിനിസം സ്റ്റേറ്റ്മെന്റ്? ഫെമിനിസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഫെമിനിസം പറയാം. അതായത് ഈ ഫെമിനിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ അങ്ങനെയല്ലേ ആളുകൾ പറയാം, ആ വാക്കല്ല ശരിക്കും. അവിടെ കുലസ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ. ആ ഫെമിനിസ്റ്റുകൾ സാധാരണഗതിയിൽ എപ്പോഴും പുരുഷനേക്കാളും കുറച്ചിങ്ങനെ ഒരു ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടേതായിട്ടുള്ള അങ്ങനെ പറയുന്നവരാണ് ഫെമിനിസ്റ്റുകൾ എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ താഴെ കുറെ പേര് അന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം ഫെമിനിസം എന്താണെന്ന് പോയി പഠിക്കൂ തള്ളേ. അങ്ങനെയാണ്. ഈ സ്ത്രീക്ക് തലയ്ക്ക് ഓളമാണോ? ഇവരെ കുറിച്ച് സോഷ്യൽ മീഡിയ പൊക്കി വെച്ചതോടുകൂടി ഇവരുടെ തലയുടെ പിരി ഇളകിയോ? അങ്ങനെയൊക്കെ പറയുമ്പോ ശരിക്കും മാറ്റം വന്നു. കുറെ കമന്റ്സിൽ അങ്ങനെ കണ്ടു. ഇവര് സോഷ്യൽ മീഡിയ അത്യാവശ്യം കണ്ടു തുടങ്ങിയപ്പോൾ ഇച്ചിരി ഇങ്ങനെയാണ് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നത്, അത്യാവശ്യം ഫെയിം വന്നപ്പോ നിഷേ ഇച്ചിരി പിരിയിളകിയോ എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ വീഡിയോകൾ അത് എനിക്ക് പിരിയിളകിയതല്ല, ഞാൻ ഇങ്ങനെ സംസാരം കുറച്ചുകൂടി വൈഡായ. അതെന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കുറച്ചും കൂടി സുഹൃത്തുക്കളെ നമ്മൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ആയപ്പോൾ എൻ്റെ ആ ഒരു ഒറിജിനൽ സ്ലാങ്ങും ആ ഒരു സംസാര രീതിയൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ റിയൽ എന്നെ അവർ കണ്ടതാണ്, അല്ലാതെ എൻ്റെ പിരി ഇളകിയതല്ല. ഓൾറെഡി ഇളകി കിടക്കുന്ന സാധനം വീണ്ടും ഇളകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിലെ എന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞതാണ്, അതല്ലാതെ എനിക്ക് മാറ്റം വന്നതല്ല. നിങ്ങൾ ഇപ്പോഴാണ് എന്നെ കാണുന്നത്, അത്രേ ഉള്ളൂ അതിലുള്ള വ്യത്യാസം. മാറ്റം വരുന്നത് അവിടെയാണ്. എവിടെ ശരിക്കും ഇത് നോർമലൈസ് ചെയ്ത്? എനിക്കൊന്നും അതിൽ കുറച്ചും കൂടി വിവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ അവിഹിതമാവാം, പക്ഷെ അത് നോർമലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം അതവിടെ ഇത്ര കാലം കൊണ്ടുനടക്കാന്നോ, അല്ലെങ്കിൽ ഇത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയിൽ അത്തരത്തിലൊരു പദപ്രയോഗം പോലെ സാധനം ഒരു സ്റ്റേറ്റ്മെന്റ്. അത് സത്യത്തില് ഞാൻ അന്ന് പറയാൻ ഉദ്ദേശിച്ചതും ആളുകൾ എടുത്തതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണത്. അതായത് ഞാൻ പറഞ്ഞത്, ഒരു വീടിന്റെ അകത്ത് എപ്പോഴും ഒരാളുടെ പീഡനം മാത്രം അനുഭവിച്ചിട്ട് അയാളിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് സ്നേഹം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു, അതിൽ പ്രത്യേകം ഞാൻ പറഞ്ഞു. അതായത് എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കണം, എല്ലാ എഫേർട്ടുകളും നമ്മൾ എടുക്കണം. അയാൾ ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു ചായ കുടിച്ചിരുന്ന് ചർച്ച ചെയ്താൽ ചില പ്രശ്നങ്ങൾ തീരുമായിരിക്കും, ചിലപ്പോൾ ഒരു കൗൺസിലിംഗിൽ പോയാൽ ചിലരുടെ പ്രശ്നങ്ങൾ തീരുമായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീരുമായിരിക്കും. പല രീതിയിലും നോക്കണം, കരഞ്ഞു നോക്കണം, കെട്ടിപ്പിടിച്ച് നോക്കണം, കാല് പിടിച്ച് നോക്കണം, തല്ലി നോക്കണം. എന്നിട്ടും അവനോ അവളോ നന്നാവില്ലെങ്കിൽ പിന്നെ അവിടെ മുറുകെ പിടിച്ച് നിൽക്കണം. എന്തിനാ? വേറെ എവിടേക്കെങ്കിലും പൊക്കൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരാളിൽ നിന്ന് സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങനെയൊന്നും വാശി പിടിച്ചാൽ കിട്ടണതല്ല. അത് മനസ്സിലാക്കാൻ കുറെ കൊല്ലം വേണ്ടി വന്നു. ലാലേട്ടൻ അല്ലെ ചന്ദ്രോത്സവത്തിൽ പറഞ്ഞ പോലെ ക്ലാസ് പെൻസ് വാങ്ങാം, ആനയെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, സ്നേഹിക്കുന്ന മനസ്സ് വാങ്ങാൻ അല്ലെ. സത്യമാണ്. അത് നമുക്ക് ഒരിക്കലും അത് ഇടയ്ക്കൊക്കെ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനെന്താ അത്ര മോശം ആളാണോ? തുടക്ക കാലഘട്ടത്തിൽ എൻ്റെ ഒരു ചിന്ത അങ്ങനെയായിരുന്നു. അതായത് എന്നിലെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നെ ആരും സ്നേഹിക്കാത്തത് എന്നുള്ളൊരു ചിന്ത. അതായത് ഞാനാണ് പ്രശ്നക്കാരി, അതായത് എന്നിലായിരിക്കും പ്രശ്നം. അതായത് ഞാനിങ്ങനെ കുറേ ബഹളം വെക്കണോണ്ടും ഒക്കെ ഈ സത്യങ്ങൾ വിളിച്ച് പറയണോണ്ടും ഭയങ്കര ബ്ലണ്ടായിട്ട് സംസാരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾക്ക് തന്നെ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെയുള്ള ഒരു ചിന്ത എന്നിൽ ശക്തമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതൊന്നുമല്ല കാര്യം, ഇവരെക്കാളൊക്കെ വ്യത്യസ്തയായി നിൽക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പറ്റൊരാളെ എനിക്ക് കണ്ടെത്താൻ പറ്റാത്തതാണ്. മറ്റേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങി പോവല്ലേ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെയാണ് പ്രശ്നം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി ഞാൻ എല്ലാവരും വ്യത്യസ്തയാണെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറിയപ്പോ ഞാൻ കുറച്ച് യൂണീക്കാണ്. പക്ഷെ അതിൽ അതായത് എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി അങ്ങനെ ഒരാളില്ലായിരിക്കും ഈ ഭൂമിയിൽ.
ഒരേപോലെ അത് 7-9 എന്ന് പറയുന്ന അല്ല, സാദൃശ്യത്തിലാണ് മുഖസാദൃശ്യം പറയാ. നമുക്ക് ക്യാരക്ടർ അല്ല തോട്ട്സ് പറ്റുന്നവരുണ്ടാവും, തോട്ട്സ് ഇഷ്ടം പോലെ പേരുണ്ടായിരിക്കും. ഞാൻ കണ്ടെത്താത്തതായിരിക്കും. ഇതുപോലെ ചിന്തിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരേ ചിന്തഗതിയിലുള്ളത് വരാതിരിക്കാൻ നല്ലത്. കുറച്ചുകൂടി ഡിഫറെന്റ് ട്രാക്കിലുണ്ടെങ്കിൽ രണ്ടും കൂടി പോകുമ്പോൾ രസം പക്ഷേ ഇത്ര അധികം ഡിഫറൻസ് വേണ്ട. ഞാൻ ഇത്ര നേരം റോഹൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. റോഹൻ്റെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഒരു കുട്ടി ചോദ്യം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ സാധാരണ ഇങ്ങനെ യാത്ര പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം, അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് പോട്ടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ റോഹൻ തൊട്ടടുത്ത സീറ്റിൽ യാദർശികമായിട്ട് ഒരാൾ വന്നിരുന്നു. കുറേ നേരം റോഹൻ ഒരു പെണ്ണ്, അതായത് റോഹൻ ആവുമ്പോൾ ഒരു പെണ്ണ്, ഞാനാണെങ്കിൽ ഒരാണ്, വേറെ ജെൻഡറിലുള്ള ഒരാൾ. റോഹൻ ആ പെണ്ണിന്റെ അടുത്ത് കുറേ നേരം അതായത് സംസാരിച്ചിരുന്നു. സമപ്രായക്കാരായിട്ടുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാട്ടം. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു, നാട്ടുവിശേഷം വീട്ടുവിശേഷം എല്ലാം പറഞ്ഞു. പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ റോഹൻ ഇറങ്ങേണ്ട സ്ഥലമായി. അപ്പോഴാണ് റോഹൻ മനസ്സിലാക്കണേ അവളുടെ അടുത്ത് പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ ചോദിക്കാൻ മറന്നുപോയിരുന്നു. ഇതൊരു സാങ്കല്പികമായ കാര്യമാണ്. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടിരുന്നു, പിന്നീട് അയാൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയാൻ പറ്റും? സാഹചര്യം ഉണ്ടായിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കല്ല, ബസ്സല്ല, പക്ഷെ ട്രെയിനിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പേര് ചോദിക്കുക, അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാവുക എന്നുള്ളത് സംസാരിച്ചു. എന്താ ഇങ്ങനെ എവിടെ പോയി വരുന്നു എന്നുള്ള രീതിയിലേക്കും. ഞാൻ മീഡിയേറ്ററായിട്ടുള്ള യാത്രയായിരുന്നു, ട്രിവാൻഡ്രം പോയി വരുന്ന സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതിനപ്പുറത്തേക്ക് ഇത് രണ്ട് രീതിക്ക് തുടങ്ങും. ഒന്നില്ലെങ്കിൽ എങ്ങനെ പരിചയപ്പെട്ട് തുടങ്ങുന്നതേ ഉണ്ട്, എവിടെയാ സ്ഥലം, എങ്ങനെ ഇതാ, റാൻഡമായിട്ട് സംസാരിച്ചു വരുമ്പോൾ സംസാരിക്കുന്നതിന് എന്തിനാ അട്രാക്ഷൻ? അല്ല അങ്ങനെ തോന്നിയിട്ട് യാത്രകളിലെ സംഭാഷണങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അത് അത്രമാത്രം. അതിന്റെ അപ്പുറത്തേക്ക് ആഗത സിനിമയിലെ ദിലീപ് ഇടയ്ക്ക് ഇറങ്ങി പോയ പോലെ അങ്ങനെ പോയി എന്തോ കോണ്ടാക്ട് വാങ്ങിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റിൽ അങ്ങനെ പോയിട്ടുള്ള സംഭവം. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബസ്സിൽ പോകാറുണ്ട്. പടിഞ്ഞാറക്കോട്ടയം എന്നാണ് ബസ് കയറാറുള്ളത്. അപ്പൊ ഞാനും എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്തും കൂടിയിട്ട് ഞങ്ങൾ പടിഞ്ഞാറക്കോട്ടയം, എൻ്റെ വീട് പൂത്തോളായിരുന്നു. അപ്പൊ പൂത്തോളം അവിടുന്ന് നടന്നു വന്നിട്ട് കാൽവരി റോഡിൽ സെന്റ് മേരീസിലേക്ക് പോകാനായിട്ട് കാൽവരി റോഡ് ഉണ്ടല്ലോ, അവിടുന്ന് അങ്ങനെ നടന്നു വന്ന് പൂത്തോളം കാൽവരി റോഡിന്റെ അവിടെ നടന്നു വന്ന് പടിഞ്ഞാറക്കോട്ടയം വന്ന് അവിടെ നിൽക്കും. അവിടെയാണ് ബസ്, അവിടുന്ന് ലൈൻ ബസ് കയറി അങ്ങനെ പോവാ ചെയ്യാം. അവിടെ ആ ബസ് കയറാൻ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ അവിടെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോഴും എനിക്കറിയില്ല അയാൾ ആരാണെന്ന്, ചിലപ്പോൾ ഇന്റർവ്യൂ അങ്ങനെ കാണുന്നുണ്ടായിരിക്കട്ടെ. അതായത് ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. കാരണം ആ ഒരു വേഷവും കയ്യിലും മറ്റേ ആ സൂട്ട് കേസും ഉണ്ട് ആളുടെ കയ്യിൽ. ഞാൻ എന്നും ആ ബസ് കയറാൻ ആ സ്റ്റോപ്പിൽ വന്നു ആ മാതാ സ്റ്റോറൊക്കെ അറിയോ, അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ അവിടെ ബർഗർ ഹബ് എന്തോ ആണ്, അതിന്റെ മുന്നിലാണ് ഞാൻ ചെന്ന് നിൽക്കുക. അപ്പൊ അവിടെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ ബസ് കയറി പോകുന്നത് വരെ നോക്കും, മുഖത്തൊരു ചെറിയൊരു ചിരി ഉണ്ടാവും. സംസാരിച്ചിട്ടില്ല. ഞാൻ പേരൊന്നും ചോദിച്ചില്ല. എനിക്ക് ആ ലുക്കിലാണ് മെഡിക്കൽ റെപ്പാണെന്ന് മനസ്സിലായത് അല്ലേ? പഴയ ഒരു സ്യൂട്ട് കേസും ആ മറ്റേ ഒരു ടൈ ഒക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു നിപ്പ്, ആ ഒരു മെഡിക്കൽ റെപ്പാണ്. ആ സ്യൂട്ട് കേസ് ഒക്കെ ആയിട്ട് ആ ഒരു ഗൗരവത്തിലുള്ള നിപ്പ്. അതായത് ഞാനെന്ന് എനിക്കൊരു 16 വയസ്സാ, ആ ചേട്ടനന്ന് ഒരു 20-21 വയസ്സൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്നിപ്പോ ആളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഞാനിങ്ങനെ എന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരി ചീത്ത പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാളുടെ അടുത്ത് പോയി ഇതുവരെ പേര് ചോദിച്ചില്ല. കാരണം അത് ഇനിയിപ്പോൾ ആ പെൺകുട്ടി പോയിട്ട് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അടി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ. അപ്പം ഞാൻ അങ്ങനെ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ ക്യുക്കായിട്ടൊരു 2 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ എനിക്ക് അതിശയം തോന്നിയെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കണം ഞാൻ വിമലയിൽ നിന്ന് ഞങ്ങൾ ടൂർ പോയത് മൈസൂർ ബാംഗ്ലൂർക്കാണ്. 3 ദിവസത്തെ യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന വൃന്ദാവൻ ഗാർഡന്റെ മുന്നിൽ ഞങ്ങളുടെ കോളേജ് ബസ്, നേരത്തെ പറഞ്ഞ സെന്റ് മേരീസിലത്തെ കഥ, ഇത് വിമലയിലാട്ടാ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിമലയിൽ പോയിട്ട് ടൂർ പോയിട്ട് ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങുമ്പോൾ തൊട്ട് ബാക്കിലുള്ള ബസ്സിലും ഇതേ ചേട്ടനെ ഞാൻ കണ്ടു. ആള് തന്നെയാണ്, ആളെ പോലെ ഇരിക്കുന്ന ആള് തന്നെയാണത്. ക്യുക്കായിട്ട് ഞാൻ കണ്ടു. ഇങ്ങോട്ട് മനസ്സിലായോ? ഞങ്ങൾക്ക് അതെ നമ്മളിങ്ങനെ പറയില്ലേ, ക്യുക്കായിട്ട് നമ്മളിങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കാം. അതേ ആളെ തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടു. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 10-20-25 വർഷം മുമ്പത്തെ കാര്യം അല്ലേ? എനിക്കന്ന് ഒരു 16 വയസ്സ്, ഇപ്പൊ എനിക്ക് 44 വയസ്സ്. അപ്പോൾ ആൾക്കൊരു 50 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവും. ഒരു പടിഞ്ഞാറക്കോട്ട ഏരിയയിലുള്ള ആരോ ആയിരിക്കണം. പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് അതല്ല, നമുക്ക് അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ആളെ തന്നെ മനസ്സിലായോ. വൃന്ദാവൻ ഗാർഡന് മുന്നിൽ എത്രയോ ബസ്സുകൾ വന്ന് നിൽക്കും. അപ്പൊ ആ ഒരു ടൂർ പോകുന്ന ബസ് തൊട്ടപ്പുറത്തെ ബസ്സിലും നമ്മളിങ്ങനെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണേക്കാളുമ്പോൾ ബാഗ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വിൻഡോ ടു വിൻഡോ
ആ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫുൾ ജീവിതം സിനിമാറ്റിക് ഫ്രെയിംസ് ആണല്ലോ. ഭയങ്കര എല്ലാ സിനിമാറ്റിക് ഫ്രെയിംസിലും കാണാം. അതായത് ആ വിൻഡോ ടു വിൻഡോയിലേക്ക് പോകുന്ന നോട്ടം പോയ പോക്കുണ്ടല്ലോ. ഞാനൊരു ക്യാമറമാനാണ്. അല്ല ഏകദേശം മനസ്സിലായില്ല. വിൻഡോ ടു വിൻഡോ ആ സാധനം എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? അതിന്റെ ബാക്കില് ഗിരീഷ് പുത്തഞ്ചേരി വരും കൂടി എഴുതിയാൽ മതി അല്ലേ, ആരും കൊതിക്കുന്ന അല്ലേ. ഭയങ്കര സാങ്കല്പികമായിട്ട്. എനിക്ക് സാധാരണ സ്ത്രീകൾക്ക് ഈ ഇമാജിനേഷൻ കുറവാന്ന് പറയും, പുരുഷന്മാർക്കാണ്. ഈ മലയാള മനോരമയിലെ മറ്റേ ആ ഭംഗിയുള്ള പെണ്ണുങ്ങളൊക്കെ വരക്കില്ലേ, അഴകളവുകളുള്ള പെണ്ണുങ്ങളെ, എന്ത് ഭംഗിയാ പെണ്ണുങ്ങളെ കാണാല്ലേ, അവരൊക്കെ വരയ്ക്കണത് പുരുഷന്മാരാ. എന്തുകൊണ്ടാണ്? പുരുഷന്മാർക്ക് ഇമാജിനേഷൻ വളരെ കൂടുതലാണ്. പക്ഷെ എന്റെ ഇമാജിനേഷൻ ഉണ്ടല്ലോ, ഇന്നലേക്ക് പോയി ആരെങ്കിലും ഒക്കെ എന്നെ തല്ലിക്കൊല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടായിരുന്നു, കണ്ണി കണ്ടതൊന്നും പറയാണ്ട് നല്ല കുട്ടിയായിട്ട് മടങ്ങി. ഞാൻ നല്ല കുട്ടിയായിരുന്നില്ല ഇന്ന്. അതെ അതെ, മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. അല്ല, ആരും നല്ലത് ചീത്തക്ക് തീരുമാനിക്കുന്നത് അല്ലേ, പറയുന്നത് ഇതെല്ലാം എന്നെ കൊണ്ട്. ഇവനും ഈ ബാക്കിലൊക്കെ നീയും തുന്നി വെച്ചോ, നീയും തുന്നി വെച്ചോ. അതെ, ഇവനും ഈ ബാക്കിലിരിക്കുന്നവനും കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി തന്നിട്ട് ഈ അഖിൽ എന്നെ കൊണ്ട് നീ ഇന്ന് വീട്ടിൽ പോകണ്ടാകില്ല. അതാണ് മുഴുവൻ കഴിക്കുകയും ചെയ്തില്ല അല്ലേ. ശരിക്കും മേ ബി കണ്ട ഇതില് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞത് ഏകദേശം 16 വയസ്സുള്ളപ്പോഴാണ് അല്ലെ. അപ്പോൾ ഇപ്പോഴേക്കാണെങ്കിൽ 10-28 വർഷം പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഈ പുറകോട്ട് പോയി സഞ്ചരിക്കുന്നതിലെ കണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിഷ് ടീച്ചറെ കുറിച്ച് ആദ്യം പറയുന്നതിൽ വാർത്തകൾ ഇടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പണ്ട് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ തേടിപ്പോയി ഒരാളെ 18 വർഷത്തിന് ശേഷം. അയ്യോ, വെറൈറ്റി മീഡിയക്കുള്ള നന്ദി നമസ്കാരം ഞാൻ പറയണ്ടേ. 2018 ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു പോസ്റ്റ്, അതായത് ചെറിയ ചെറുപ്പത്തിലെ 3 വയസ്സുള്ളപ്പോഴത്തെ എൻ്റെ സുഹൃത്തുക്കളെ തേടി അലയാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേര് നെക്കുലും നെവിൻ എന്നാണ്. പണ്ട് ഞങ്ങൾ ഗൾഫിലായിരുന്നു, പപ്പയൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഒന്നിച്ച് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന 2 കുട്ടികളാണ്, നെക്കുലും നെവിനും. കോട്ടയത്താണ് വീടെന്ന് മാത്രം അറിയാം. പപ്പ അധികം സംസാരിക്കാത്തതുകൊണ്ട് അവിടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. ആകെ എൻ്റെ കയ്യിലുള്ളൊരു ഫോട്ടോ, ഞാനും നെക്കുലും നെവിനും ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നതും അവരെനിക്ക് പണ്ട് തന്ന കുട്ടി കസാരയും അത് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തു വെക്കാം, ഈ സൂക്ഷിച്ച് വെക്കാം. മിഠായിയുടെ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഉടുപ്പിട്ടിട്ട് എന്റെ ചെറുതിനെ കൊണ്ട് ഒരിക്കൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. രൂപം അങ്ങനെ തന്നെയാണോ മോള്? ആ ചെറുത് ശരിക്കും ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാ. അതിനെ കൊണ്ടൊക്കെ ഞാൻ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ എന്നിട്ട് ഇവരെ സുഹൃത്തുക്കളെ തേടുന്നു പറഞ്ഞിട്ട് ഈ ഫോട്ടോ പിടിച്ച് നടക്കുന്നുണ്ട് കുറച്ച് നാളായി. അപ്പൊ ഞാൻ എന്തിനാ ഈ സുഹൃത്തുക്കളെ തേടാന്ന് അറിയോ? ഇനി ഇവരാണോ എന്റെ സോൾമേറ്റ് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് തപ്പണേ. ഓ, അതപ്പോ എത്ര വയസ്സിൽ തപ്പി തുടങ്ങി? അയ്യോ, അതിപ്പോ 2018 ആണ്. ഓക്കെ, അത്ര ചെറുപ്പത്തിൽ തപ്പാൻ പറ്റും? ഞാനത് ചോദിച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അല്ലല്ല, ഇപ്പൊ 2018 ഒരു അതായത് 37 വയസ്സുള്ള ഉള്ളപ്പോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഫോട്ടോ എവിടെ ഇട്ടാലാണ് അത് റീച്ച് വരാന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് നമ്മുടെ വെറൈറ്റി മീഡിയ അന്ന് മുതലേ 2018 മുതലേ നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയല്ലേ ഇന്നും അന്ന് മുതലേ. അപ്പൊ നബീലും റാസിം അല്ലെ നബീലായിട്ടാണ് അധികം ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നത്. നബീലിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ പേജിലൊന്നും ഇടാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു വാർത്തയാണല്ലോ. കാരണം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ സുഹൃത്തുക്കളെ തേടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആ പേജിലിട്ടിട്ട് അവരെന്നെ കാണാൻ വന്നു. അവർ അയർലൻഡിൽ നിന്ന് ഒരാൾ മരിച്ചു, അയർലൻഡിൽ നിന്ന് അവർ കാണാൻ വന്നു. അവനവിടെ മെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര വാർത്തകളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ തുടക്കം മുതലേ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന ടീംസാണ് നമ്മുടെ വെറൈറ്റി മീഡിയ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഗെറ്റ് ടുഗദർ ഒക്കെ വരുന്നതിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സുഹൃത്തുക്കൾ തേടി പോകുന്നു. ഈ പലപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ അല്ലെ കൂടുതലും അങ്ങനെ കാണുന്നത് ഇന്നൊരാളെ പറയോ. കാരണം നേരത്തെ ഇടയ്ക്ക് ബസ്സിൽ വെച്ച് കണ്ട ആളെന്ന് പറഞ്ഞ പോലെ നമുക്ക് അഡ്രസ്സോ ചോദിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പരിചയമുണ്ട്, ഇയാളെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരമൊന്നുമില്ല. പിൽക്കാലത്താണ് നമ്മൾ ചിന്തിക്കുക ആളെ വീണ്ടും കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കും. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഞാൻ തന്നെയാണ് കണ്ടക്ട് ചെയ്യുക. ഇപ്പോഴല്ല, പണ്ട് മുതലേ. പഴയ നമ്പർ അന്നൊന്നും നമുക്ക് ഈ പറയുന്ന മൊബൈൽ ഇല്ലാത്തതുകൊണ്ടേ ആ പഴയ ഈ മറ്റേ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ എഴുതില്ലേ, ഞാൻ നിന്നെ മറന്നാലും നീ എന്നെ മറക്കുമോ, നീ എന്നെ മറന്നാലും ഞാൻ എന്നെ മറക്കില്ലല്ലോ. ആ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെ ഷിപ്പ് മുങ്ങിയത് എന്നിട്ട് ടെലിഫോൺ ഡയറക്ടറൊക്കെ എടുത്തിട്ട് അന്ന് അവരുടെ നമ്പർ കണ്ടുപിടിച്ച് അവരെ വിളിച്ചു വെച്ച് ഫോൺ നമ്പർ വാങ്ങി അങ്ങനെയൊക്കെ. ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന ആള് നമ്മുടെ പടിഞ്ഞാറോട്ടയിൽ കണ്ട മെഡിക്കൽ ലപ്പിന്റെ പുറകെ തപ്പി പോവോ? അതിന് അയാളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് ഒരു കമന്റ് ബിലോ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോ ചേട്ടാ വന്നിരുന്ന സെന്റ് മേരീസ് പോയി. ഇപ്പൊ ഇന്ന് രൂപമൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് പോയ മെഡിക്കൽ ലപ്പിനെ ഞാൻ ഇന്നും ഓർക്കുന്നു. മറ്റേ പറഞ്ഞ പോലെ അന്നത്തെ പൊടിമീശക്കാരനെ ഓർക്കുന്ന പോലെ ഉണ്ടക്കണ്ണി ഞാനും ശ്രദ്ധിച്ചിരുന്നു.
പിന്നെ ഒരു സൂചനയുള്ളത് വൃന്ദാവനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ച് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇത്ര ആ ജെല്ലേക്കോടെയുള്ള അതെ, പക്ഷെ എനിക്ക് തൃശ്ശൂരിനെ ഇത്ര ദിവസം അടുപ്പിച്ച് കണ്ടുകൊണ്ട് അവിടെയുള്ള ആൾ തന്നെ ആയിരിക്കും. പിന്നെ കെട്ടിപ്പൂ അങ്ങനെ സാധനം നമ്മൾ സാധനം പറഞ്ഞില്ല, കല്യാണം അയാളിനി അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ഇടില്ല. ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും വരുവോടെ. ഒരു രസമാണ് ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോ നേരത്തെ പറഞ്ഞു ഇഷ്ടങ്ങൾ തേടി പോകുന്നു, അല്ലെങ്കിൽ ഈ വിവാഹ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ. എവിടെയാണ് വിവാഹത്തിൽ ഇപ്പോഴും പറയുന്നത് പുരുഷന്മാർക്ക് കെട്ടാൻ സ്ത്രീകൾ കുറവാണ്, അല്ലെങ്കിൽ കല്യാണം പെൺപിള്ളേരില്ല എന്നുള്ള രീതിയിലേക്ക് പൊതുവെ കാണാം. പ്രത്യേകിച്ചിരിക്കുന്ന പാരിഷുകളൊക്കെ അല്ലെ ഇടവുകളിലൊക്കെ പറയാറുണ്ട് എന്നുള്ളത് അറിയാലോ. അപ്പൊ ശരിക്കും എന്തുകൊണ്ട് സംഭവിക്കുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്പേസ് ഫ്രീഡം കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്നവർ കൂടുതൽ ഒരു പക്ഷേ സ്ത്രീകളിലേക്ക് അനുവാദം കൂടി വരുന്നു എന്ന് പറഞ്ഞു കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടോ താല്പര്യം? അതൊക്കെ വെറുതെ പറയുന്നതാണ്. വിവാഹം ഇഷ്ടമുള്ള ആളുകൾ അന്നുണ്ട് ഇന്നുണ്ട്, വിവാഹം ഇഷ്ടമില്ലാത്തവർ അന്നുണ്ട്. അതിന്റെ ഒരു മാറ്റം അത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. അതായത് ഇന്നിപ്പോ നമുക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ മോള് പറയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ടെന്ന് പറയും. പണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പണ്ടൊരു സമയമാവാ മറ്റേ കോഴീനെ അറക്കാൻ കൊടുക്കണ പോലെ കെട്ടിച്ചു വിടുക എന്ന് പറയുന്ന ഒരു സംഭവം. ടീച്ചർ കാണുന്ന ശരിക്കും ടീച്ചർ മനസ്സിൽ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ കാണുന്നുണ്ട് 18 വയസ്സ് വരെ തികയാൻ നിന്ന് 18 പിറ്റേന്ന് അല്ലെ പോയി അല്ലെങ്കിൽ ഒളിച്ചോടി പോയി. ടീച്ചർ മനസ്സിലായി ടീച്ചർ കാണുന്ന ഒരു വിവാഹപ്രായം എന്താ? വിവാഹപ്രായം റൈറ്റ് പേഴ്സണെ കണ്ടെത്തുമ്പോ അതിന് പ്രായമൊന്നും ഇല്ലല്ലോ. കണ്ടെത്തിയില്ലെങ്കിൽ വേണ്ട. 18 മുമ്പായാലും കുഴപ്പമില്ലെന്നാണോ? അല്ല, 18 മുമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കെട്ടാനുള്ള നിയമവ്യവസ്ഥ ഇല്ലല്ലോ. നിയമവ്യവസ്ഥയെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ എന്താ ചിന്തിക്കുന്നത്? അത് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പ്രായമാവണം, അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോഴേക്കും അവർ തന്നെ ഒഴിഞ്ഞു പൊക്കോളും. കുറച്ചു കാലം കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ തനി സ്വഭാവം കാണുമ്പോൾ പറ്റാത്തവരാണെങ്കിൽ പോട്ടെ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ പണി അല്ല നല്ലായിരുന്നു കേട്ടോ, കുടുംബ വക്കീലായിരുന്നു. ഇത് കാണുമ്പോണ്ടല്ലോ റോഹ കൊറേ പേര് ഡിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം കുടുംബകലക്ക് ടീച്ചറാണ് ഞാൻ. അതായത് മക്കളെ എല്ലാവരും കുടുംബകലക്ക് നടന്നിട്ട് ഞാൻ ഡൈവേഴ്സ് ഒന്നും ചെയ്യില്ലട്ടാ. നിങ്ങളെ അത് പ്രത്യേകം ഞാൻ ഒരു ഡൈവേഴ്സും ചെയ്യില്ല. അവസാനം വരെ അയാളുടെ ഭാര്യയായി തന്നെ ഞാൻ ജീവിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. കാരണവർക്ക് അടുപ്പിലും അവരത് മനസ്സിലാക്കി ലോ പഠിക്കാൻ അല്ലെ പ്രായപരിധിയില്ലെന്നാണ്. ഇനി എന്നെ വിടാണ്ട ഞാൻ ചോദിച്ചത്. ഇനിയും പോവാം. കാരണം ഇപ്പൊ അല്ലെ ചെയ്യുന്നത് എത്രയും തല്ലിക്കൊന്നൊരു ശവം സർവീസിന് ഇറങ്ങിയിട്ട് ചെയ്യുന്ന അല്ലെ. അതെ, എനിക്കിങ്ങനെ വക്കീലാവാണ്ടുള്ള വക്കീലായാൽ മതി. എനിക്ക് നഷ്ടം. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ കാലം അടുപ്പിൽ വെച്ച് കത്തി. ശരിക്കും എനിക്ക് കുത്തിത്തിരിപ്പാണോടാ? അല്ലല്ല, ഇത് റിയാലിറ്റി കാര്യം പറിച്ചില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രം, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല. പക്ഷേ അല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനിപ്പോ മാറി നിൽക്കുന്നുണ്ടല്ലോ. വഴക്കും മക്കാണൊന്നും ഇല്ലല്ലോ ഇപ്പോ, നിശബ്ദതയില്ലേ. ശരിക്കും നല്ലൊരു റിലേഷൻഷിപ്പില് നല്ല അടികൾ പൊട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അടി പൊട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് റിയൽ സ്നേഹം അല്ലേ. അല്ലാണ്ട് അടി പൊട്ടാണ്ടുള്ള ഒരു ജീവിതം. തട്ടിമുട്ട ചിലപ്പോ ചട്ടിങ്കാലം എടുത്തിട്ട് തലടിച്ച് പൊട്ടിക്കണം, ഹെൽമെറ്റ് കൊണ്ട് തലടിച്ച് പൊളിക്കണം, ടിവിയിലേക്ക് വെള്ളം ഒഴിക്കണം. എന്തോ ഉള്ളിന്ന് വരുന്നുണ്ടല്ലോ, നടന്ന സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ വെല്ലെ. ഉള്ളീന്ന് എത്ര ടി വി പോയി, മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കണം. പിന്നെ പോടാ, എനിക്കൊന്നുമില്ല പറയാ. നീ ഇതെന്താ ഹിപ്നോട്ടിസാ? അല്ല, അങ്ങനെ എന്തും ചെയ്യാമെന്ന് ഞാനില്ല, ആരോ അങ്ങനെയൊക്കെ ചെയ്ത സത്യസന്ധത മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഇത് പറഞ്ഞപ്പോൾ നേരത്തെ ടീച്ചർ ആയതുകൊണ്ട് കൂടി ചോദിക്കും. അടുത്ത് ഉണ്ടായിരുന്നൊരു മിനിസ്റ്ററിന്റെ പ്രസ്താവനയായിരുന്നു, പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഈ വെക്കേഷൻ മാറ്റി, അതായത് ഏപ്രിൽ മെയിൽ നിന്നുള്ള മാറ്റി ജൂൺ ജൂലൈയിലേക്ക് മാറ്റണം എന്നുണ്ടായിരുന്നു. എന്താ ടീച്ചർക്ക് എന്ത് വെക്കേഷൻ? എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് നമ്മൾ വെക്കേഷൻ ടൈമിൽ കുട്ടികളുടെ കൂടെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനും ദൂരയാത്രയ്ക്ക് സന്തോഷിക്കാനൊക്കെയാണ്. ആ സമയത്ത് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ കുട്ടികളെ കൊണ്ട് യാത്ര പോകാൻ പറ്റും. എന്തിനുള്ളതാണ് വെക്കേഷൻ? കുട്ടികൾക്ക് ആർമാദിച്ച് കളിക്കാൻ, ആഹ്ലാദിക്കാൻ, പാരൻസിന് അവരെയും കൊണ്ട് പുറത്തേക്ക്. ഞാൻ മനസ്സിലാക്കിയ വെക്കേഷൻ ആട്ടോ. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മഴക്കാലത്തേക്ക് വെക്കേഷൻ മാറ്റി കഴിഞ്ഞാൽ മിക്കവാറും പുറത്ത് ഭയങ്കര ഗംഭീര മഴയും സംഭവം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് കുട്ടികളെ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് പുറത്തിറങ്ങി ഒന്നും കളിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ വെക്കേഷൻ? എനിക്ക് അതിനോട് അഭിപ്രായമില്ല കേട്ടോ. ഇപ്പൊ ഉള്ള സെറ്റപ്പിൽ തന്നെ പോട്ടെ, പറ്റണ ദിവസങ്ങളിൽ ക്ലാസ് മുടക്കട്ടേനേ. എന്നും പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്തൊട്ട് പഠിപ്പിക്കുക? ശരിക്കും ഈ സ്കൂൾ ദിവസങ്ങൾ, പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കണം എന്നാണോ താല്പര്യം? പ്രവൃത്തി ദിവസങ്ങളല്ല, പ്രവൃത്തി ദിവസങ്ങളുടെ ക്വാളിറ്റി കൂട്ടണം. കുറേ ദിവസം ഈ പഠിപ്പിച്ച് എന്താണ് പഠിപ്പിക്കണ റോഹ? ഒരു ടെക്സ്റ്റ് ബുക്കിൽ 16 പാഠം കുത്തി നിറച്ച് തരും.
ടീച്ചർക്ക് 16 പീരീഡാവും ആകെ ഉണ്ടാവുക. ആ 16 പീരീഡ് കൊണ്ട് ആ ടീച്ചർ ഈ പാഠം പഠിപ്പിക്കാനുള്ള പരാക്രമത്തിൽ എന്തൊക്കെയോ ടീച്ചർമാർക്കുണ്ടല്ലോ, വെറുതെ ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചാൽ മാത്രം പോരാ, ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവം എഴുതണം. അതായത് തലേ ദിവസം തന്നെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതിയിട്ട് പ്രിൻസിപ്പളിന് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. പ്രിൻസിപ്പൾ ടിക്കും സ്റ്റാറും തന്നാലേ ടീച്ചർക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റും. അതറിയോ? കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ഹോംവർക്ക് ടീച്ചർമാർക്ക് തരുന്നുണ്ടെന്ന്. അപ്പോൾ ടീച്ചർമാർക്ക് എപ്പോഴും സ്ട്രെസ്സാണ്. ഈ കുട്ടികളുടെ പുസ്തകം കൊണ്ടുപോകുക, വീട്ടിൽ പോയി കറക്റ്റ് ചെയ്യുക, കുറച്ച് മുതിർന്ന പിള്ളേരാണെങ്കിൽ അവരുടെ അസൈൻമെൻറ്റ് നോക്കുക, സെമിനാർ നോക്കുക. ഇതിനിടയിൽ ടീച്ചർമാർക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ സമയമേ ഇല്ല. അതൊക്കെ മാറി 16 പാഠം എന്നുള്ളത് കുറച്ചിട്ട് 10 പാഠാക്കി കുറക്കി. ബാക്കി 6 പാഠത്തിന്റെ സമയം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കട്ടെ. ഈ പണ്ടോട്ടേ പറയുന്ന കാര്യമാണ് ഈ സ്പോർട്സ് പീരീഡിൽ വന്നിട്ട് മാത്സ് ടീച്ചർ ചില ടീച്ചർമാർ, അതെ മെയിൻ ആയിട്ട് ചില ലീഡർമാരുണ്ടാവും, ടീച്ചർമാരുടെ സിൽബന്തി ഉണ്ടാവും, ഓടും ടീച്ചറെ വിളിക്കാനായിട്ട്. നമ്മൾ പറയും എന്നൊക്കെ പറയുമ്പോഴേക്കും ഓടിപ്പോയിട്ട്. എല്ലാ കാലത്തും ഉണ്ട് അങ്ങനെ ഒരു യൂസ്ലെസ് കുട്ടി ഉണ്ടാവും ക്ലാസ്സിൽ. ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി കാലാകാലം ഉണ്ടാവും ഈ ടീച്ചർ വിചാരിക്കും. തിരിഞ്ഞു നോക്കില്ല കേട്ടോ ഭാവിയിൽ. അവര് സ്വാർത്ഥരാണ്. അവർക്ക് കിട്ടാനുള്ള കാര്യം മാത്രം, അവർക്ക് കുറച്ച് മാർക്ക് കിട്ടും. പക്ഷെ ആ ലാസ്റ്റ് ബെഞ്ചറാണ് നമ്മൾ എന്നും കണ്ടു കഴിഞ്ഞാൽ. ഞാനൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോഴല്ലോ അനീഷ മിസ്സേ എന്നിട്ട് ഓടി വരണത്. ഞാൻ പക്ഷെ അവരൊക്കെ എനിക്ക് അന്നും ഇഷ്ടമാണ് അവരേട്ടാ. എനിക്കൊരു ബർത്ത്ഡേ, ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഡോൺ ബോസ്കോ കോളേജിലാണ്. ലാസ്റ്റ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നൊക്കെ എന്നെ പിരിച്ചു വിട്ടു. പിരിച്ചു കാരണം റീല് പോയി സിനിമയിൽ അഭിനയിക്കാൻ ക്ലാസ്സിൽ പറ്റില്ല അങ്ങനെ പറഞ്ഞോ മാനേജ്മെന്റ്? അല്ല അഭിനയിക്കൊന്നുമല്ല, അവര് പറഞ്ഞു ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളെ 18,000 രൂപ കൊടുത്താൽ കിട്ടാണ്ട്. ഇത്ര 18,000 ഉറുപ്പ്യാണ് നമുക്ക് അകത്ത് തരാം റോഹ. ആ 18,000 ഏത് PhD കഴിഞ്ഞ ആളാട്ടെ ഞാൻ. ഡോക്ടറേറ്റ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന പൈസ 18,000 രൂപ. ഈ 18,000 രൂപ തന്നിട്ട് അവര് നമ്മളങ്ങനെ അടിമകളെ പോലെ നിർത്താണ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ വേണ്ട, അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന വേറെ ആൾക്കാരെ കിട്ടാനുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും ക്രിയേറ്റീവായ ആള്? അപ്പൊ പിന്നെ എന്നെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ഇവര് തന്നെ എന്നെ അവിടെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടാവും. ഞാൻ പോയില്ല. പോണായിരുന്നു, അതിലല്ലേ കാര്യം. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് മറ്റേ ഇതിലെ BGM ഇട്ടിട്ട് റീൽ ഇടണായിരുന്നു. എന്നാലും എന്നിട്ട് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാനുള്ള അവരുടെ തൊലിക്കട്ടി എന്നെ ഇറക്കി വിട്ട അതേ ആള് തന്നെ. ഹൗ ഡെയർ യു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ കഴിഞ്ഞിട്ട് ഇത് അവിടെ പറയണായിരുന്നു. എന്തോ ഞാൻ പോയില്ല. എനിക്കെന്തോ അവിടെ അത് ആലോചിക്കുമ്പോ തന്നെ ഒരു വല്ലാത്ത. അല്ല എന്നാലും അവരത് വിളിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു അംഗീകാരമാണല്ലോ. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞേ, മാസം 18,000 രൂപയല്ലേ നിങ്ങൾ ശമ്പളം തരാറുള്ളത്, എനിക്കിവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് കേട്ടോ പൈസ എന്ന് പറഞ്ഞു. എന്തെങ്കിലും 2 ഡയലോഗ് പറയണ്ടേ. ഷാജി കൈലാസോ രഞ്ജി പണിക്കരോ ആയില്ലെങ്കിലും മാസമൊക്കെ നമുക്കും പറ്റും, പറ്റും. നൈസായിട്ട് സിമ്പിൾ ആയിട്ട് അച്ഛനായതുകൊണ്ട് കുറച്ച് ബഹുമാനിച്ചു ഞാൻ. പള്ളിയിൽ അച്ഛനാണ്. അതെ, ഇതാണോ ബഹുമാനം? ഉള്ളിലുള്ള തെറിയൊക്കെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ബഹുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മറ്റേ സാധനം കേട്ടില്ലേ, സ്ഥിരം പള്ളിയിൽ പോണ ആളുകൾ കള്ളപ്പന്നികളാന്ന് പറഞ്ഞത്. ഒരു ഈ അഖില് ഇനി തിരിച്ചു പോവാൻ പറ്റുമോ? അല്ല, എന്നിട്ട് ഒരു പള്ളിയിൽ തച്ചന അതിനെതിരെ റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു. പൂങ്കുന്നം പള്ളിയിലാന്നല്ല പറഞ്ഞേ? പൂങ്കുന്നം പള്ളിയിലേക്ക് ഞാൻ തൊട്ട് പോവാറില്ല. ഇടവകയെന്ന് പിരിച്ചു വിടുവോ? അല്ല, ഞാൻ പള്ളിയിൽ തച്ചനല്ലേ പറഞ്ഞേ. സ്ഥിരം ഈ പള്ളിയിൽ പോയിട്ട് കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും പെറ്റ് കിടക്കില്ലേ, അവര് പുറത്തിറങ്ങി നമ്മുടെ കുറ്റം പറച്ചിൽ തന്നെ. അതിൻ്റെയൊക്കെ ആവശ്യം. ഞാനൊക്കെ സാധാരണ പോകാറില്ല, ആരും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത്. പള്ളി ഇങ്ങനെ വിജനമായിട്ട് കിടക്കുമ്പോൾ ചെന്ന് കയറിയിട്ട് ഞാനും കർത്താവും തമ്മിലുള്ള ഡീലിങ്സ്. നമുക്ക് പിന്നെ എല്ലാം പിന്നെ സിനിമാറ്റിക് ഫ്രെയിം ആയതുകൊണ്ട് അല്ല, ഞാനിങ്ങനെ പോയി നിന്നിട്ട് മുട്ടു തിന്നിട്ട് നിനക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയില്ലേ, പറ്റുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നീ എന്നൊക്കെ. അപ്പൊ എന്റെ വീട്ടിലൊക്കെ ആൾക്കാർ നീ എന്നൊക്കെയാണോ ദൈവത്തിനെ വിളിക്കണോ? ദൈവത്തിന് പിന്നെ അദ്ദേഹം എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ലേ? ഞാൻ നമ്മളെടുത്തിലുള്ളവരോട് എന്നെ ടീച്ചർ എന്ന് വിളിക്കണം. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാർന്നവർക്ക് അല്ലേ അടുപ്പിൽ. ഈ ശരിക്കും നമ്മൾ ഈ ലഹരിയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് സമകാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. നേരത്തെ മൈത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൈത്രൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് നിരോധിക്കണോ നിയന്ത്രിക്കണോ? നിരോധിക്കുക എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ പെട്ടെന്ന് പോസിബിളായ കാര്യമല്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, ലഹരി മാത്രമല്ല ഒന്നിനും നമ്മൾ അടിമപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രം. ഡ്രിങ്ക്സ് കഴിക്കാത്ത എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്? റോങ് കഴിക്കില്ലേ? ഇല്ല. അങ്ങനെയല്ലടാ മറുപടി പറയേണ്ടത്. ഞാൻ നീ കഴിക്കുന്ന പറയണം, എന്നാലും എനിക്ക് അടുത്തിടെ പറയാൻ പറ്റുള്ളൂ. അതല്ലേ
നീ അപ്പൊ പറയണം, ഞാൻ ഇങ്ങനെ റോഹൻ കഴിക്കണേ അപ്പൊ ഒന്ന് കുറച്ചെന്ന് പറയണം, എന്നാലല്ലേ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. അല്ല എന്ത് കാര്യം പിന്നെ നമ്മളങ്ങോട്ട് അടിമപ്പെടാതിരുന്നാ മതി. അതായത് ആ ലഹരി നമ്മളെ പിടിച്ച് വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്താതിരുന്നാ. പക്ഷെ നമുക്ക് അടിമപ്പെടും എന്നുള്ളത് മുൻകൂട്ടി അറിയില്ലല്ലോ. ഉപയോഗിച്ച് പോകെ ഇത് പറ്റില്ല എന്ന് വരുമ്പോഴല്ലേ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യത്തിന് പോകണ്ടാന്ന്. അതെ, അത് മുൻകൂട്ടി അറിയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്പസ്വല്പൊക്കെ അടിക്കുന്ന ഫാമിലി അത് പറഞ്ഞായിരുന്നു തുടക്കത്തിൽ. അത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്ന? ഇന്റർവ്യൂവിന് മുമ്പല്ലേ? ഇന്റർവ്യൂവിന് മുമ്പ് കുമ്പസാരിച്ച കാര്യങ്ങളെല്ലാം നീ ഇവിടെ വിളിച്ചു പറയുന്നു. അത് കുമ്പസാരല്ല, അതല്ലേ അല്പസ്വല്പം കഴിക്കുന്ന തെറ്റൊന്നുമില്ല. അല്ല അല്പസ്വല്പം കഴിക്കുന്ന ഫാമിലി തന്നെയാണ്. ഏത് ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ആളുകൾ കഴിക്കാത്തത്? ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ കഴിക്കാറ്. എന്റെ ഫാമിലിയിൽ ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ അപ്പനും അമ്മയും മക്കളൊക്കെ കൂടി വട്ടട്ടിരുന്ന് ഞങ്ങൾ മണാന്ന് വെച്ച് കഴിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കഴിച്ചു കഴിഞ്ഞാലേ ഭയങ്കര സൈലന്റ് ആവും, പിന്നെ ഞാൻ കരഞ്ഞു തുടങ്ങും. ഇമോഷണൽ ആണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചാടി പുല്ലഞ്ചാടി പോലെ നടക്കാനാണ് ഇഷ്ടം. എനിക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ ഭയങ്കര കിക്കടോ. കഴിക്കാണ്ട് തന്നെ കഴിച്ച പോലില്ല ഞാൻ നിക്കണ, ചാടി കഴിച്ചാലും കൂടിയോ കഴിച്ച സൈഡ് നേരെ തിരിച്ചോ. എനിക്ക് അതെ, അതായത് ഇപ്പൊ ഞങ്ങളുടെ അമ്മ വീട്ടിലൊക്കെ അങ്കിൾമാരൊക്കെ ഇങ്ങനെ കുടിക്കണ ഗ്ലാസ്സുകളൊക്കെ കൊണ്ടുവയ്ക്കില്ലേ, അതിന്റെ മണം ദൂരേന്ന് അടിച്ചാ വരെ ഞാൻ ആ മണം പോലും അടിച്ചാ സൈഡാവും. അതിനൊന്നുള്ള അതൊന്നും വേണ്ടാന്നേ. നമ്മുടെ ജീവിതം തന്നെ ഒരു ഭയങ്കരമായൊരു ലഹരിയല്ലേ. അങ്ങനെ ഞാൻ വിശ്വസിക്കണം കേട്ടോ. കഴിക്കുന്ന ആളുകൾ കഴിക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. അത് കുടിച്ചിട്ട് കാനയിലോ ചാലിലോ ഒക്കെ പോയി കിടക്കാണ്ടിരിക്കുക. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരാവുന്ന രീതിയിൽ നിങ്ങൾ കഴിച്ചോ എന്നുള്ളതാണ്. പക്ഷെ കഴിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന പ്രശ്നമില്ലല്ലേ? അല്ല, കഴിച്ചിട്ട് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റണം. ഓടിച്ച് സ്വന്തമായിട്ടുള്ള ബൈക്ക് ഓടിയിട്ട് ബാറിലിട്ടിട്ട് വരാൻ പറ്റും. പിന്നെ മദ്യപിച്ചിട്ട് കഴിക്കാതിരുന്ന പോലെ. മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കരുത്. അത് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് പറയാ നിങ്ങൾ ഓടിച്ചോളാം അല്ലേ. ബൈക്ക് ഓടിച്ച് പോരാൻ പിന്നെ മാറിയത് ബൈക്ക് വേറെ ആരും എടുത്തിട്ട് വരും. ബൈക്ക് എടുത്ത് പോകണ്ട, ഊബർ എടുത്ത് പോകണം. ഇല്ലെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഞാൻ ആലോചിച്ചില്ല. ബൈക്ക് എടുത്ത് പോകണ്ട. ശരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. കുറെ കൂടെ മുമ്പ് വിവാഹം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് മാറി ഇപ്പൊ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ പറയാൻ പറ്റും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോഴും അല്ലെ, ഇപ്പൊ കുറേ കൂടി ഡിവോഴ്സ് കേസുകൾ വരുന്ന സമയത്ത് നോർമലൈസ് ചെയ്ത് തുടങ്ങി. പണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ പലരും നിന്ന് കേട്ടിട്ടുള്ള കാര്യമുണ്ട്, സുഹൃത്തുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സിബ്ലിങ്സ് എന്നാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വിവാഹം തുടരാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് തിരികെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനേക്കാൾ വലിയൊരു ചട്ടക്കൂടിലായിരിക്കും ഞാൻ കയറി പോകാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഉള്ളൊരു സ്വാതന്ത്ര്യം പോലും എനിക്ക് അവിടെ കിട്ടില്ല. അപ്പം ഞാനിത് ഇഷ്ടമില്ലാതെ തുടരാതിരുന്നാൽ പോലും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതെ അവ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് മടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇങ്ങനെ ഞാൻ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു എന്ത് തോന്നുന്നു? അത് സത്യം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ അടി ഉണ്ടാവുമ്പോൾ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ റോഹൻ ചോദിച്ചത് ഇവിടെ വന്നിട്ട് അവര് താലപ്പൊലിയായിട്ട് സ്വീകരിക്കില്ല എന്നല്ലേ. നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടായി നോക്കിയേ, താലപ്പൊലിയല്ല ആരതിയായിട്ട് കൊണ്ടുവന്ന് ഒഴിഞ്ഞിട്ട് സ്വീകരിക്കും. ജോലി ഉണ്ടായിട്ടുള്ളവരുടെ അനുഭവം ഞാൻ ചോദിക്കണേ, എന്തിനാണ് ഈ തല്ലുണ്ടായി, ഭർത്താവിന്റെ വീട്ടിൽ തല്ലുണ്ടായി, നിങ്ങൾ ചാടി പിടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ജോലി ഇല്ലാത്ത ആളുകളാണ് അധികം കടിച്ചു പിടിച്ചിട്ട് ഇവിടെ പോയി നിൽക്കാൻ നോക്കുന്നത്. ഞാൻ വീണ്ടും ആ സ്വന്തം വീട് എടുക്കുന്ന കാര്യത്തിലേക്ക് തന്നെ വരും. സ്വന്തമായി നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ, ഒരു പെണ്ണിന് സ്വന്തമായിട്ട് ജോലിയുണ്ട്, സ്വന്തമായി വിദ്യാഭ്യാസം ഉണ്ട്, സ്വന്തമായി നിൽക്കാനായിട്ട് സ്വന്തം കാലം നിൽക്കാനായിട്ട് ത്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിന് വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പോണ്ടാന്ന്. അവിടെ പോയിട്ട് പിന്നെ അവരുടെ വായിലിരിക്കണ കേൾക്കണം. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു അനിയൻ ഉണ്ടെന്ന് വിചാരിക്കും, അനിയനും അനിയന്റെ ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കും. അവരുടെ വായിലിരിക്കണ എന്തിനീ നാത്തുമ്പോരൊക്കെ അനുഭവിച്ച് നമ്മൾ ഇവിടെ വന്ന് നിൽക്കണേ, നമ്മൾ പിടിച്ചതിലും വലുത് അളയിലെന്ന് പഴയ ആളുകൾ പറയും. ഇവിടുന്ന് വിട്ടിട്ട് അവിടുത്തെ അമ്മായിമ്മേനെ സഹിക്കാൻ പറ്റാണ്ടാവും ഇങ്ങോട്ട് പോണത്. അപ്പൊ അതിനേക്കാളും വലിയ തള്ള സ്വന്തം തള്ള. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വെല്ലോന്റെ കാല് പിടിച്ച് നിൽക്കണ എന്തിനാ മക്കളെ? നിങ്ങൾ ഒരു സ്വന്തം വീട് എടുക്കപ്പോ എത്ര സമയം വേണം? ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തൂടെ? സമയം അധികം വേണ്ട, പക്ഷെ സാമ്പത്തികം. അപ്പൊ അതിന് കാശ് വേണമെന്നുണ്ടെങ്കിൽ ജോലി വേണം. കാശ് വേണമെന്നുണ്ടെങ്കിൽ ജോലി വേണം, ജോലി വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇതൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുക. കല്യാണം അല്ല ലോകത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. കല്യാണല്ലേ എന്റെ അതൊന്നും നടക്കണ്ട. ടീച്ചർ ഒരിക്കൽ വിവാഹം എന്നൊരു സങ്കല്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ ഒരു പവർ കിട്ടിയാൽ ചെയ്യോ? വിവാഹം റൈറ്റ് പേഴ്സണെ കിട്ടിയ വേണം ഞാൻ കുറച്ച് നേരത്തെ റോഹ വീണ്ടും ചോദിക്കുന്നത് പറയോ? അങ്ങനെ ഒന്നും നിർബന്ധമാണോ? വിവാഹം അനിവാര്യമാണോ? അതാണ് എന്റെ ചോദ്യം. പിന്നെ അത് ലിവിങ് ടുഗദർ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്തുവാണെങ്കിലും, എന്ത് തരം വിശേഷങ്ങൾക്കാണെങ്കിലും വിവാഹം എന്നൊരു സങ്കല്പം അനിവാര്യമാണോ? അതാണ് ചോദ്യം.
ഒരു വിവാഹം കൊണ്ട് നമ്മൾ എന്തോ എന്തോ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത്? ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കാനുള്ള വിവാഹം കഴിക്കണം. അതാണോ വിവാഹം ശരിക്കും? എന്താണ് വിവാഹം? എന്താ, അതാണ് എന്റെ ചോദ്യം. എന്തായാലും ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കാനുള്ള ലൈസൻസ് ആണ് വിവാഹം. മറ്റേ സിനിമയിൽ അനൂപേനം പറഞ്ഞ പോലെ മാരേജ് ഇസ് എ ലൈസൻസ് ഫോർ ഹാവിംഗ് എക്സ്ട്രാ മാരിറ്റൽ ഈശ്വര, വീണ്ടും ഇത് ഞാൻ അറിയാതെ പറഞ്ഞതാണ്. എങ്ങനെ വന്നാലും അതില് അപ്പൊ മാരേജ് എന്ന് പറയുന്നത് ഒരു ചെക്കനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ കൊടുക്കുന്ന ലൈസൻസ് ആണ്. ആ മാരേജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയി ജീവിക്കാവുന്ന രീതിയിലേക്ക് ഈ റോഡ് സൈഡിലെ കന്നുകാലികളെ പോലെ ആരുടെ കൂടെ വേണമെങ്കിലും പോയി താമസിക്കുക, ആരുടെ കൂടെ വേണമെങ്കിലും ഇണചേരാ എന്നുള്ള രീതിയിലേക്ക് പോയില്ലേ? അതിനല്ലേ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു കല്യാണം ഉണ്ടായിട്ടും ലൈസൻസ് കിട്ടിയിട്ടും കല്യാണം കഴിച്ചിട്ടും സംഭവിക്കുന്നത് എന്നാലും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാവുമല്ലോ. മറ്റേത് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ആവാം എന്നുള്ള. മറ്റേത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്, ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തായാലും ചെക്കനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഒരു സെറ്റപ്പ് വേണം. ചട്ടക്കൂട് വേണമെന്ന്, സെറ്റപ്പ് അല്ല മറ്റേ സെറ്റപ്പ്. പറയുന്നതിലെല്ലാം ദ്വയാർത്ഥങ്ങളാണ്. ഞാൻ ദ്വയാർത്ഥല്ല സുഹൃത്തുക്കളെ. ചെക്കനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അഥവാ സെറ്റപ്പാണ് വിവാഹം അഥവാ മാരേജ്. ഈ വിവാഹം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ അത് ലിവിങ് ടുഗദർ ആയി മാറും. അത് ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്തായാലും ചെക്കനും പെണ്ണും ഒന്നിച്ച് ജീവിക്കണ്ടേ? അല്ല വേണ്ടേ? എല്ലാവരും മറ്റേ മുനികുമാരന്മാരും കുമാരിമാരുമായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, അതായത് എല്ലാവരും തോന്നിയ പോലെ എല്ലാവരുടെ കൂടെയും പോയി താമസിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് റൈറ്റ് പേഴ്സണെ കണ്ടെത്തുമ്പോൾ മാത്രം ചെയ്താൽ മതി. അവിടെയാണ് കാര്യം. ശരിക്കും അവിടെ ഇങ്ങനെ വരുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അല്ലെ, ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ പേര് വരുന്നു, സ്വവർഗം രാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ലെസ്ബിയൻ കപ്പിൾ വരുന്നു, ഗേ കപ്പിൾ വരുന്നു. എന്താ ടീച്ചർക്ക് അതിനുള്ള അഭിപ്രായം? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ. നമുക്കിപ്പോൾ എത്രയോ ആളുകൾക്ക് ഇപ്പോൾ ഒരാളുടെ ഒരു സെക്ഷൽ ഡിസയറിനെ നമുക്ക് എങ്ങനെ അളക്കാനായിട്ട് പറ്റും? എത്രയോ ആളുകൾ അസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, സെക്സിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, സെക്സിനോട് അതിയായ താല്പര്യമുള്ള ആളുകളുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ പല രീതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അവർ ജനിക്കുമ്പോൾ മുതലേ അവരുടെ ഉള്ളിലുള്ള ഒരു അന്തസത്തയാണ്. ഒരു പ്രത്യേക സമയത്താണ് അവരത് തിരിച്ചറിയുന്നതെന്ന് മാത്രം. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വിചാരിച്ചിട്ടാണോ നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ് ഒരു ചിന്ത എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒരു കാരണവശാലും തള്ളി പറയാൻ പാടില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. മാറ്റി നിർത്തൽ പാടില്ല, ഒരിക്കലും പാടില്ല. ശരിക്കും അത് സംഭവിക്കുന്നുണ്ടോ? ശരിക്കും ഒരു മാറ്റി നിർത്തൽ ഉണ്ടല്ലോ, തീർച്ചയായും മാറ്റി നിർത്തലുകളുണ്ട്. ഇപ്പൊ നമ്മളിടത്തിൽ തന്നെ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിടത്തിലെ ബാക്കിയുള്ള അംഗങ്ങൾ പറഞ്ഞു അത് ശരിയാവില്ല ടീച്ചറെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അത് വരുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്ന് വെച്ചാൽ വരുന്ന ആൾക്ക് തന്നെ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് മൈൻഡ് ആയിട്ട്. എന്തുകൊണ്ട് ശരിക്കും അങ്ങനെ ട്രാൻസ്ജെൻഡർ വരുന്നത് മുൻകൂട്ടി അറിയിച്ചു? ഒരു മനുഷ്യൻ തന്നെയല്ലേ അങ്ങനെ? അല്ല, ആളെന്നെ വിളിച്ച് ചോദിക്കുക ചെയ്ത ഞാൻ വന്നോട്ടെ, വന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മാറ്റി നിർത്തുമെന്നൊക്കെ. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനപ്പോൾ ആദ്യം തന്നെ അവരെ കൺസെന്റ് എടുത്തു. കാരണം വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ അവരെ നമ്മൾ അപ്പോൾ ഗ്രൂപ്പിലുള്ളവർ ഒന്നടങ്കം അത് വേണം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ആക്ച്വലി നമ്മുടെ ആളുകളുടെ ചിന്ത എന്നുള്ള ചിന്തയല്ല ആദ്യമേ പോവുക. അതെ, ആളുകളുടെ ചിന്ത അത് നമുക്ക് ഓൾ ഓഫ് എ സഡൻ മാറ്റിയെടുക്കാന്ന് പറയുന്നത്. കാരണം ആളെ വന്നിട്ട് നമ്മൾ മോശക്കാരാക്കിയിട്ട് നമ്മൾ വിടുന്നത് മോശമല്ലേ? ഒരു പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നില്ലായിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. അല്ലെ, അങ്ങനെ അറിയില്ലായിരുന്നു. വരുന്ന ആൾക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കാതെ വന്നിട്ട് ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യമല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന പോലെയാണല്ലേ. അപ്പം അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ രണ്ടുപേർ ചേർന്നിട്ടുള്ള അല്ലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും പാരൻറ്റിങ്ങിനെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ചിട്ട് നമ്മൾ എവിടേക്കോ ഈ പാരൻറ്റിങ് ഒരു ലോങ് ടൈമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്കിലിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയായിട്ട് മാറുന്നുണ്ട്. അതായത് ഇത്ര വർഷം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഇത്രയും വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുന്ന പോലെ ഇത്രയും വർഷം മക്കളെ നോക്കി അവസാനം ഇത്രയും പ്രായം കഴിയുമ്പോൾ ഈ മക്കൾ നമ്മളെ നോക്കണം എന്നുള്ളതാണ്. ഇത് എവിടെ ഇങ്ങനെയായി പോകുന്നുണ്ടോ? ശരിക്കും സാധാരണഗതിയിൽ എല്ലാ അമ്മമാരും കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, 10 മാസം ഞാൻ നിന്നെ ചുമന്ന് നടന്നു. എനിക്ക് ഒരിക്കൽ ഞാൻ ഈ ഡയലോഗ് ഇങ്ങനെ വീട്ടിലിങ്ങനെ എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്തോരം ബുദ്ധിമുട്ടിട്ടാന്ന് പറയും നിങ്ങളെ വളർത്തിയത്. എൻ്റെ അമ്മയിലെ എല്ലാ അമ്മമാരും പറയും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞേ, അമ്മ എനിക്കൊരു കൊട്ട വാങ്ങിത്തരുണ്ട്. അമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. 10 മാസം ഞാൻ അമ്മേനെ കൊണ്ട് ചുവന്ന് നടക്കാം. കാരണം ഈ 10 മാസം നമ്മൾ പറഞ്ഞിട്ടല്ലോ ഇവർ ചുവന്ന് നടന്നത് വരെ നമ്മളെ അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഡയലോഗിലൊന്നും അർത്ഥമില്ല. പക്ഷേ സ്വാഭാവികമായും ഞാനും ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ ഡയലോഗ് ഞാൻ പറയണില്ല എന്നുള്ളൂ. ആത്യന്തികമായിട്ട് അപ്പൂന് നാളെ, മൂത്ത മോളെ അപ്പൂ എന്നാ വിളിക്കുക, അപർണ എന്ന പേര്. അപ്പൂന് നാളെ ജോലി കിട്ടിയിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ആഗ്രഹിക്കും അവളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അവിടേക്ക് എന്നെ അവൾ വിളിക്കുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അത് അവൾ വിളിച്ചില്ലെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് സങ്കടമാവും. അത് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പഴയ ആൾക്കാർ പറയും മക്കളെ കണ്ടു മാമ്പു കണ്ടു മോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പു വലുതാവുമ്പോ കുട്ടൂസിൽ എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൂനെ
കുറിച്ച് എനിക്കെന്ന് വെച്ചാൽ അപ്പുവിനെ കുറിച്ചാണ് എനിക്ക്, അവളെ കുറിച്ചായിരുന്നു എനിക്ക് എല്ലാ മോഹങ്ങളും. ഈ പാർഷ്യാലിറ്റി ആണ് പിള്ളേർക്ക് പല ട്രോമകൾ ഉണ്ടാക്കണേ അല്ലേ? മറ്റേത് ചെറുതല്ലേ. അപ്പൊ ഇവളെന്താ വെച്ചാൽ ഇവളിപ്പോ ഓൾറെഡി ഇപ്പൊ CA ഇപ്പൊ അത് പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ അവളൊരു ഫ്ലാറ്റ്. അപ്പൊ ഞാൻ അവളോട് ഒരിക്കലും കല്യാണം കഴിക്കണം മോളെ എന്നല്ല പറയാം, കുട്ടൻ ആദ്യം തന്നെ പഠിച്ച് ജോലി കിട്ടിയ ഒരു ഫ്ലാറ്റ് വാങ്ങും. ആദ്യം ആ ഒരു ഫ്ലാറ്റില് അമ്മയ്ക്കൊരു റൂം, കുട്ടൂസ്. അപ്പൊ അവള് ചോദിക്കും, സാധാരണ തള്ളാര് ഫ്ലാറ്റ് വാങ്ങിയിട്ട് മക്കൾക്ക് മക്കൾ നീ എന്നെ നോക്കിയാ മതി. ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാൻ തെറ്റിയിട്ട് അവളെ അമ്മ എന്നൊക്കെ വിളിക്കും. അപ്പൊ അവള് പറയും, സത്യത്തില് ഞാനാണോ അമ്മ, നിങ്ങളാണോ അമ്മ, നിങ്ങളതിനെ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഏതൊക്കെ പറഞ്ഞാലും അമ്മമാരുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ ഇത്രയും കാലം മക്കളെ വളർത്തുമ്പോൾ നമ്മൾക്ക് ആ ഒരു അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല, നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ഒരിക്കലും നമ്മളത് അൾട്ടിമേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കരുത്. നമ്മളെപ്പോഴും സ്വന്തമായിട്ട് മക്കളില്ലെങ്കിലും നിൽക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ മനസ്സിനെ ഒരുക്കി കഴിഞ്ഞാൽ ഇനി ഭാവിയിലുള്ള എൻ്റെ ട്രോമ എനിക്കില്ലാതാവും. ഞാൻ അതുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിടം എന്ന് പറയുന്ന ഇടത്തിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എനിക്ക് വീട് വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇനി ഉണ്ടാവാൻ പോകില്ല. കാരണം ഒന്നാമത് ഞാനൊരു മറ്റേ ഓട്ടക്കൈയാണ്. കിട്ടിയ കാശ് മുഴുവൻ അപ്പോൾ പൂ കത്തിച്ച് കളയുക, അധികം ഫുഡ് അടിക്കുക, ഡ്രസ്സ് വാങ്ങുക, എങ്ങനെ ഇന്നത്തെ ദിവസം ചില്ലാക്കാന്നുള്ളത്. നാളെ എന്ന് പറയുന്ന ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല. അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാ, നമ്മുടെ ജീവിതം ആഘോഷിക്കുക. മറ്റേ ഒരു ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സംസ്കാരമല്ലേ അത് ശരിക്കും? പാരന്റ്സ് അവരുടെ ഏജിൽ നമുക്കൊപ്പം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊപ്പം ആയിരിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മുടെ മക്കൾ വിവാഹം കഴിച്ച് വരുന്ന പാർട്ട്ണർക്ക് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് മാക്സിമം അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട്, അതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, പ്രായമായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ പ്ലേ ഹൗസിൽ കൊണ്ടാക്കുന്ന പോലെ ഒരു ഏജ് കഴിയുന്ന ആളുകളെ കൊണ്ടാക്കാനായിട്ട് വൃദ്ധസദനമല്ല, അതല്ലാതെ തന്നെ അവരെ ആക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് രാവിലെ 9 മണിയാകുമ്പോൾ മക്കൾ ജോലിക്ക് പോകുമ്പോൾ പ്രായമായ പാരൻസിനെ അവിടെ കൊണ്ടാക്കാം. വൈകുന്നേരം അവർ പണ്ട് ചെയ്ത കാര്യം ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് ചെയ്യാം. പണ്ട് നമ്മൾ പണ്ട് ജോലിക്ക് പോകുമ്പോൾ ഡേ കെയറിൽ കുട്ടികളെ കൊണ്ടാക്കണം, അതിന് പകരം നമ്മുടെ മക്കൾ വലുതായി പക്ഷെ തിരികെ വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുവരാം. എനിക്ക് മനസ്സിലായി, സ്ഥിരമായിട്ട് നിൽക്കണം ആഗ്രഹിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ വിചാരിക്കും, ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ കുറെ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിട്ടേൺ എന്നുള്ള പോലെ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം വന്നിട്ട് കുറച്ചൊരു പൈസയൊക്കെ തന്നിട്ട് ഒരു കുഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു ചെറിയൊരു വീടൊക്കെ പണിതിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതുപോലെ ഉള്ള ആളുകൾ, ഈ മനസ്സിൽ വിഷമിക്കുന്ന ആളുകളൊക്കെ വേണ്ടി ഒരു നമ്മളെടുത്തിന് വേണ്ടി ഒരു കുഞ്ഞു വീട്, അവിടെ ചെറിയൊരു ലൈബ്രറി, അവിടെ ചെറിയൊരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കുറേ ഒരു പറമ്പിന്റെ ഒത്ത നടുവിൽ ഒരു കുഞ്ഞു വീട്, അവിടെ ഇങ്ങനെ കുറച്ച് മൊയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി, കുറച്ച് ആട്ടും കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി, കുറച്ച് ഒക്കെ ആയിട്ട് ഇങ്ങനെ മറ്റേ ആ ലാലേട്ടന്റെ മറ്റേ മൂവിയിലെ ആ മൂവി ഏതാന്ന് പറയും, ലാലേട്ടന്റെ മറ്റേ മൂവി ഏതാന്ന് പറയും, അല്ല ഉണ്ണികളെ ഒരു കഥ പറയാം. അത് ഞാൻ വിചാരിച്ചു ഉണ്ണികളെ ഒരു കഥ പറയാമില്ലേ, മറ്റേ പുല്ലാങ്കുഴൽ ഊതി നടക്കുന്ന. മനസ്സിലായോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഇതാണ്, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെ ആകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിടുന്നിടും ഇടയൻ്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. രാമനാഥനെ അല്ല പാട്ട് അല്ല ഒരു പുല്ലാങ്കുഴൽ എന്ന് പറയുന്ന സംഭവത്തിന് പറയുമ്പോൾ എനിക്ക് വിഷമമാവും. കാരണം പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് ആ ഒരു മുളം ദണ്ട് മുറിച്ചിട്ട് എത്രയേറെ ദ്വാരങ്ങൾ അതിലിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര ശ്രുതിമധുരമായ ഗാനമാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഒരു പുല്ലാങ്കുഴലാണ് ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തിയിട്ട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ലാലേട്ടന്റെ ആ ഒരു പിക്ചറിൽ കാണുന്ന അങ്ങനെയൊക്കെ വരും റോഹ. അപ്പൊ ഞാൻ വിളിക്കൂട്ടോ, തീർച്ചയായിട്ടും. അപ്പൊ വന്നിട്ടൊരു നാടൊക്കെ മുറിച്ച് അപ്പോഴേക്കും വലിയ സിനിമാ നടനൊക്കെ ആയിണ്ടാവും. ഞാൻ അവിടെ 2 ദിവസം നിന്നിട്ട് പോവുള്ളൂ. 2 ദിവസം നിൽക്കൊന്നും വേണ്ട, നീ നാളെ മുറിച്ചിട്ട് പോവാ. അങ്ങനെയാണല്ലേ? അല്ല ശരിക്കും അത്രയും കോൺസെപ്റ്റ് സംഭവങ്ങൾ അല്ല അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിലല്ലാതെ മക്കള് അങ്ങനെയൊന്നുമല്ല. എന്റെ ചിന്ത ഒരു വേറൊരു ചിന്താഗതി. എനിക്ക് എന്നെക്കാൾ പ്രായമുള്ള മക്കൾ വേണം അല്ലേ? 70 വയസ്സുകാരുടെ 70 വയസ്സുകാരുടെ തൃശ്ശൂർ ടൗണിലൊക്കെ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, അത് പ്രായ ആൾക്കാരൊക്കെ നമ്മളങ്ങനെ കാണുമ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ടേ ഇങ്ങനെ എനിക്ക് അവരിലൊക്കെ എന്റെ അമ്മാമ്മയെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ഇലക്ഷനിൽ നിൽക്കുവോ?
അയ്യോ മിസ്റ്റർ റാഫേൽ പൊളിറ്റിക്സ് ഒന്നും എനിക്ക് അറിയില്ലടോ. എനിക്ക് സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ കണ്ണിലുണ്ണി അടുത്ത തൃശ്ശൂർ മേയറാവോ? അയ്യോ, എനിക്ക് പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ വലിയൊരു സ്റ്റേജിലൊക്കെ നിന്നിട്ട് നമ്മുടെ രാഷ്ട്രപതി ഇങ്ങനെ എന്തെങ്ങനെ പൊന്നാട അണിയിക്കുന്ന, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഡ്രീമുകളൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു പൊട്ടത്തരൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും, എന്തോ അങ്ങനെയൊക്കെ. അന്ന് സംസാരിക്കാനുള്ള സ്പീച്ച് വേറെ എന്താന്നുള്ളത് മൈൻഡിലുണ്ട് അല്ലേ, പറയാനുള്ള വാക്കുകൾ വരെ മനസ്സിൽ കുറിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറയാതെ പോയി, പലപ്പോഴും വിവാഹങ്ങൾ സ്ഥലക്കച്ചവടങ്ങൾ പോലെ ആവുന്നുണ്ടോ? വിവാഹം മാർക്കറ്റ് തന്നെയാണല്ലേ ശരിക്കും, കറക്റ്റ് അങ്ങനെ തന്നെയാണ് വിലപേശലുണ്ട്. പണ്ടും ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടല്ലോ. നമ്മൾ അതായത് തരാതരക്കാരെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ആളുകളെ നോക്കി, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീലെന്നൊന്നുമല്ല. നമ്മളുടെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടി ഒരാൾ ഇഷ്ടമാണെന്ന് വന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കണ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ആൾക്കാരാ? ഈ നമുക്ക് പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളുകളാണോ എന്നായിരിക്കും. പണ്ട് കാലഘട്ടത്തിൽ കാരണന്മാർ പറയും താഴ്ന്ന സ്ഥലത്തെ നീരോടും, കേട്ടണ്ട? താഴ്ന്ന സ്ഥലത്ത് നീരോടാന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പൊടി താഴെയുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും കാര്യങ്ങളെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമോ? നമ്മളെപ്പോഴും നമ്മുടെ തരാതരക്കാരെ തന്നെ നോക്കുക. വിവാഹ മാർക്കറ്റ് തന്നെയല്ലേ അതിനെ പറയാം. അതിനൊരിക്കലും ഒരു മാറ്റം വരില്ല, ഇനിയും വരില്ല, നാളെയും വരില്ല, മറ്റന്നാളും വരില്ല. അങ്ങനെ തന്നെയാണ്. ഈ വിവാഹോചനത്തിലെ ജീവനാംശം കൊടുക്കുന്നതോട് എന്താ അഭിപ്രായം? ജീവനാംശം എത്ര ആളുകൾക്ക് കിട്ടിയതായിട്ട് അറിയാം? ജീവനാംശം ആവശ്യപ്പെടുന്നത് അതായത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ കാലം നമുക്ക് കിട്ടാത്ത കുറേ പൈസകൾ ഉണ്ടാവും, കുറേ ഡ്യൂ വന്ന് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടില്ല, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണെന്ന് വിചാരിക്കും. ഭാര്യയാണ് മക്കളെ മൊത്തം നോക്കുന്നതെന്ന് വിചാരിക്കും. ആ ഭാര്യയ്ക്ക് യാതൊരു ചിലവിനും കിട്ടിയില്ല, മക്കൾക്കും ചിലവിന് കിട്ടിയില്ല. ഡിവോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ ഡ്യൂ തന്നെ നമുക്ക് കിട്ടാൻ ഒരുപാടുണ്ടാവും. അത് തന്നെ കിട്ടിത്തീരാനായിട്ട് 6 മാസമോ 1 വർഷമൊക്കെ ആ പ്രൊസീജിയർ കഴിഞ്ഞ് വരുമ്പോൾ കിട്ടും. അതിൻ്റെ കൂട്ടത്തിലൊരു ജീവനാംശം കൂടി കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. തീരെ പറ്റാതാവുമ്പോഴല്ലേ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക. ഒരുവിധ സാഹചര്യങ്ങളിലൊക്കെ സ്ത്രീയും പുരുഷനും ഒത്തുചേരാൻ തന്നെയാണ് മാക്സിമം നോക്കുക. തീരെ പറ്റാതാവുമ്പോഴാണ് സെപ്പറേറ്റഡ് ആവുക. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്, സ്ത്രീക്കും ജോലിയുണ്ട്, കഴുത്തിൽ കുത്തിപ്പിടിച്ച് വാങ്ങുന്ന രീതി ആവരുത്. തീരെ ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പൈസ വേണം എന്നുള്ള ആവശ്യപ്പെടുന്ന രീതികൾ അതെ അത് തെറ്റായ നയമാണ്. അതായത് എന്തായാലും ഡിവോഴ്സ് ചെയ്യണം, എന്നാൽ പിന്നെ അയാളൊന്ന് അറുത്തേക്കാം എന്നുള്ള രീതി അത് ശരിയല്ല. പക്ഷെ നമുക്ക് വന്നിട്ടുള്ള ഡ്യൂ എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടണം എന്നുള്ളതാണ്. ജീവനാംശം എന്നുള്ള രീതിയിലല്ല. ഇത്ര വർഷം, ഒരു 6 വർഷമാണ് സെപ്പറേറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ ആ 6 വർഷം നമ്മൾ ചിലവാക്കിയൊരു തുക ഉണ്ടാവുമല്ലോ. ഇത് ഭർത്താവിനും ഭാര്യയ്ക്കും കൂടിയിട്ടുള്ളതാണ്. മക്കൾക്ക് വേണ്ടി ഭാര്യ മാത്രമാണ് മൊത്തം ചിലവാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഭർത്താവ് അത്ര കാലം സുഖിച്ച് നടന്നു. അങ്ങനെ ഒരു ഡിവോഴ്സിന് വേണ്ടി അവർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അറ്റ്ലീസ്റ്റ് അത്ര കാലത്തെ ഒരു ഡ്യൂ എങ്കിലും കിട്ടണം. അതൊരു ജീവനാംശമായിട്ട് ചിലപ്പോൾ ഈ ജീവനാംശം എന്ന് പറയുന്നത് പല രീതിയിലാവും. ഭാര്യയുടെ എല്ലാ സ്വർണവും ചിലപ്പോൾ ഭർത്താവ് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാവും. ചിലപ്പോൾ ഭാര്യ സർവാഭരണ വിഭൂഷിതയായിട്ടായിരിക്കും വിവാഹത്തിന് കയറി വന്നിട്ടുണ്ടാവുക. ഭർത്താവ് കള്ളു കുടിച്ച് ചിലപ്പോൾ ഇവളുടെ എല്ലാ സ്വർണ്ണം കൊണ്ടുപോയി വിറ്റിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലും ഇവളെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു ജീവനാംശം കിട്ടുന്നതിൽ തെറ്റില്ല. അതേസമയം റോഹൻ നേരത്തെ ചോദിച്ച പോലെ പീഡിപ്പിക്കാനായിട്ട് ഒരു കൊള്ളപ്പലിശക്കാർ ചെയ്യുന്ന പോലെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അതൊരു മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ചോദിക്കുക. പലപ്പോഴും ഈ മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്ക് അവകാശപ്പെടുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്ക് അത് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് എപ്പോഴും ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താ ടീച്ചർ അഭിപ്രായം? അത് എങ്ങനെയാണ് പുരുഷനും സ്ത്രീക്കും സെപ്പറേറ്റ് ആയിട്ട്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യം വീട്ടിലൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അമ്മോട് തന്നെ ചോദിക്കാറുണ്ട്. അമ്മോട് ഒക്കെ അനിയന്റെ പേര് അനീഷ്, ഒക്കെ അനീഷിന് മാത്രമാണോ എന്നൊക്കെ. അല്ല അങ്ങനെയല്ല, ഞാനിങ്ങനെ അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ പൊതുവെ ആൺപിള്ളേർക്ക് തന്നെയാണ് ഒക്കെ എഴുതി പറയുന്നൊരു കാര്യം തന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. നിന്നെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ നീ എന്തോടെ പ്രയോഗം തന്നെ തെറ്റല്ല, കെട്ടിച്ചു വിടുക അല്ലേ? വീണ്ടും ഞാൻ ആ മറ്റേ വീട് വാങ്ങണ കഥയിലേക്ക് എത്തിട്ടാ എന്നെ മനസ്സിലാവും പ്രധാനം. പക്ഷെ ഈ പണിത വീടുകളൊക്കെ കേരളത്തിൽ ഒരുപാട് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലും യു കെയിലും അബ്രോഡൊക്കെ പോയിട്ട് കോട്ടയം പത്തനംതിട്ട ഭാഗത്തിലൊക്കെ എത്രത്തോളം വീടുകൾ തന്നെ ശതമാനം ഒഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. ശരിക്കും വീട് എന്ന സങ്കല്പം ശരിക്കും ഡെഡ് മണിയാണോ പൈസ ചെലവാക്കുന്നത്? ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളിപ്പോ ഓൾറെഡി ഏറ്റവും അധികം ഒരു മനുഷ്യൻ വിഷമിക്കുന്നത് ഒരു വീട് പണിയണ സമയത്താണ് അല്ലേ? അയാൾ ആ വീട് പണിയാൻ വേണ്ടി കുറേ കാലം അയാളുടെ എല്ലാ സന്തോഷങ്ങളും നീക്കി വെച്ചിട്ട് വീട് പണിക്ക് വേണ്ടി എടുത്തു വെക്കാം. എന്നിട്ട് അവസാനം വലിയൊരു വണ്ടം വീട് പണിയാ. എന്നിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ അതിന്റെ ലോൺ എടുത്തതിന്റെ ബാക്കി പൈസ എന്ത് വിഡിത്തല്ലേ. നമ്മൾ ഈ ലോകമേ
തറവാട് എന്ന് വിചാരിച്ചത് ഒരു വാടക വീടായി കണ്ട് ജീവിച്ച എന്താ അടിപൊളിയല്ലേ. ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റില്ലേ, ഇത് ഇവിടെ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് തിരിച്ചു ചോദിക്കണം, സ്വയം ചോദിക്കണം. ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കല്യാണത്തിന് മുമ്പ് വീട് വെക്കണം, വീട് അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് ചർച്ചയുടെ അവസാനത്തിൽ പറയാം എന്തിനു മനുഷ്യായുസ് മുഴുവൻ സമ്പാദിച്ചിട്ട് വീട് വെച്ചിട്ട് കഷ്ടപ്പെട്ടത്. രണ്ടും കൂടി അതെ, ഒന്നിൽ ഉറച്ചു നിൽക്കൂ. അല്ല, വീട് വെക്കുന്ന ഡെഡ് മണി അല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ എല്ലാ ആളുകളും വെക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ മാത്രം വെക്കാണ്ടിരുന്നേ എല്ലാവരും കൊണ്ടുപോയി കുഴി ചേർന്ന് പിന്നെ നീയും ചാടാന്നില്ലേ. കുറച്ച് കഷ്ടപ്പെട്ടാലും ഡെഡ് മണി ആയാലും കുഴപ്പമില്ല, പക്ഷെ കല്യാണത്തിന് ഇപ്പൊ വീട് വെക്കണം. അല്ല, ഞാൻ പറഞ്ഞത് അത് ഡെഡ് മണി ആണെന്ന് നമുക്കറിയാം. എല്ലാ ആളുകളും അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു വീട് വെക്കണതിനെ കുറിച്ച് തന്നെയല്ല എല്ലാവരും ആദ്യം ചിന്തിക്കുക. ചില ആളുകൾ സ്വന്തമായിട്ട് ജോലി കിട്ടി കഴിഞ്ഞാൽ കല്യാണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. ആ ഒരു പ്രയോറിറ്റി മാറ്റണം എന്നാണ് ഞാൻ പറയണേ. ജോലി കിട്ടിയാൽ കല്യാണം വേണോ വീട് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വീടാണ് ആദ്യം, കല്യാണം പിന്നെ. ഇത് രണ്ടല്ല അതൊന്നും വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ്? എന്ത് വേണമെന്നാണ് ആഗ്രഹം? വിവാഹവും വീടും അല്ലാതെ സ്വന്തമായിട്ട് ജോലി കിട്ടിയാലോ അടിച്ചു പൊളിച്ച് ജീവിക്കുക, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഒറ്റയ്ക്ക് സിംഗിൾ ലൈഫ്. എനിക്ക് ഒരിക്കലും സിംഗിൾ ഇഷ്ടല്ല. 44 വയസ്സുകാരി സുന്ദരി ചാനലില് മാട്രിമോണി സൈറ്റ് ആക്കും. മാട്രിമോണി സൈറ്റുകളിൽ അത് പറഞ്ഞപ്പോഴാ, മാട്രിമോണി സൈറ്റുകളിൽ സാധാരണ ഇപ്പോൾ ചില പരസ്യങ്ങൾ വരാറില്ലേ, രണ്ട് വ്യക്തികളല്ല 2 കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അതിനെ കുറിച്ച് റോഹൻ എന്താ പറയാണ്? എന്തിനാ ഈ കുടുംബങ്ങൾ ഒന്നിക്കണം? വ്യക്തികൾ ഒന്നിച്ചാ പോരെ? അല്ല, വ്യക്തികളുടെ അവർ കൂടി റിലേറ്റീവ്സും കൂടി നമ്മുടെ കുടുംബമായി. ഈ റിലേറ്റീവ്സ് ആണോ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? പാരന്റ്സിനെ ഉദ്ദേശിക്കുന്നത് 2 കുടുംബങ്ങൾ കൂടി. ആദ്യം 2 വ്യക്തികൾ ഒന്നാവട്ടെ. കൂടുതൽ പറയുന്ന വാക്കല്ലേ ചർച്ചിലൊക്കെ അല്ലെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞ പോലെ. ഞാനൊന്നും പറയാറില്ല, എനിക്കിഷ്ടമല്ല അത്. എനിക്ക് അത്ര ഇമ്പല്ലേ. ഞാൻ പറയണ ആദ്യം 2 വ്യക്തികൾ ഒന്നാവട്ടെ. ഈ കുടുംബങ്ങൾ ഒന്നായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പന്റെ അനുവാദം വേണം, അമ്മയുടെ അനുവാദം വേണം. ചില വീടുകളുടെ അമ്മായിമാരുടെ അനുവാദം വരെ വേണം അത്രേ. അതായത് അപ്പന്റെ പെങ്ങന്മാര്, അമ്മയുടെ ആങ്ങളന്മാര്, അവരോടൊക്കെ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ സാധാരണ എന്റെ വീട്ടിൽ തന്നെ സാബുവിന്റെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യം, കാർന്നോമാരോട് ചോദിക്കട്ടെ. കാർന്നോമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അപ്പൻ്റെ വീട്ടുകാർ, അമ്മ വീട്ടുകാരൻ, കുറേ ഒരു വലിയ സർക്കിൾ ഓഫ് ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ നമ്മൾ അവിടെ ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. അപ്പൊ എപ്പോഴും 2 വ്യക്തികൾ ഒന്ന് ചേരട്ടെ, 2 കുടുംബങ്ങൾ. പെണ്ണുകാണിൽ പോകുമ്പോൾ കാരണന്മാരില്ലെങ്കിൽ തന്നെ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഒക്കെ എന്ന് ചിന്തിക്കുന്നവരാണല്ലേ, പൂർണ്ണത വരില്ല. 2 വ്യക്തികൾ ഒന്ന് ചേരട്ടെ. കുടുംബങ്ങളെ കുറച്ച് നേരത്തെ നിങ്ങൾ മാറ്റി നിർത്ത്. കുടുംബങ്ങളല്ലല്ലോ കല്യാണം കഴിക്കണം, വ്യക്തികളല്ലേ. ആ 2 വ്യക്തികൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കണതാ, ഈ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീടുകളിലെ പകുതി പ്രശ്നങ്ങൾ ഒഴിവാവും ഭർത്താവ് നല്ലതാണെങ്കിൽ, അല്ലേ? അതായത് ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും അനാവശ്യം പറയാം. ഇപ്പം അമ്മായിയമ്മ ഒരു ഉദാഹരണമാണ്. അമ്മായിയമ്മ ഒരു പെൺകുട്ടിയുടെ മെക്കെട്ട് കയറി വെറുതെ ചാടാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ എന്തെങ്കിലും അനാവശ്യം പറയാൻ വിചാരിക്കും. ഭർത്താവ് നല്ലവനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആംബിയർ ഉള്ളവനാണെങ്കിൽ, നട്ടലുള്ളവനാണെങ്കിൽ അവന് പറഞ്ഞുകൂടാ, ഡാ അവളുടെ കാര്യം നോക്കി എനിക്കറിയാം, നീ അവളുടെ കാര്യം അന്വേഷിക്കണ്ട എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിരൽ ചൂണ്ടാനുള്ള ചിന്തകൾ കുറയും. ഇത് ഭർത്താവ് അവിടെ നിശബ്ദനായി നിൽക്കുന്നിടത്തോളം ഇത് ഒരു പക്ഷേ പലപ്പോഴും ശരിക്കും ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചൊരു നിഷ്പക്ഷ, നേരത്തെ തുടക്കത്തിലെ ടീച്ചറിനെ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരേപോലെ ആക്കിയാണ്, പട്ടികുട്ടിയെ പോലെയാണ്. പുതിയൊരാൾ വരുമ്പോൾ അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യില്ല, ആ ഉണ്ടായിരുന്നവരെ കൂടി കൂട്ടിച്ചേർത്താനാണ് നോക്കാറ് എന്ന് പറയാറില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചിലപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം അമ്മയെ എന്നുള്ള സാധനം ആ പ്രാധാന്യം കൊടുത്തിട്ട് അമ്മ വേണം, വൈഫ് വേണം. ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ നിൽക്കുന്ന സെന്ററിൽ നിശബ്ദനായി നിൽക്കരുത് റോഹ. നിശബ്ദം എന്നല്ല ഞാൻ പറഞ്ഞത്, അതായത് രണ്ടുപേരും ഒരേപോലെ. അതായത് ചില സ്ഥലങ്ങളിൽ, അതായത് ഈ ആൺകുട്ടി വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പെണ്ണിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവനൊരു പെൺകോന്തനായി പോകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആണ് അങ്ങനെ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ജയ ജയ ഹേ സിനിമയാണ്. ആ സിനിമയിൽ കണ്ടിട്ടില്ലേ, അത് സെയിം സംഭവമാണ്. ആ ബേസിലും ആ ദർശനും. അതായത് ബേസിലിന് ഒരിക്കലും ആ ഭാര്യനെ സ്നേഹിക്കാനോ പെരുമാറാനോ അറിയില്ല. അവസാനം ഗതിമുട്ടിയപ്പോൾ ആ പെണ്ണ് എടുത്തിട്ട് അയ്യോ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ ക്ലാപ്പ് ചെയ്തു ക്ലൈമാക്സ് വന്നപ്പോ. വിസിലടിക്കാൻ അറിയാത്തോണ്ട് ഞാൻ വിസിൽ പഠിച്ചേനെ. പെൺപിള്ളേർ ആദ്യം പഠിക്കേണ്ടത് കുംഫും കരാട്ടയാണ്. അതിനുള്ള ആരോഗ്യം എനിക്കില്ലടോ. കൊടുത്തുണ്ടോ സാവു ചേട്ടാ? ചോദിച്ചതാ. അപ്പൊ അവൻ മനുഷ്യൻ ജീവനോടെ പറച്ചിലൊക്കെ കേട്ടിടത്തോളം ശരിയല്ലേ? ശരിക്കും ഇവിടെ ഇന്റർവ്യൂവിന് പിടിച്ചിരുത്തോണ്ട് ഇനി ഞാൻ സാവു ചേട്ടനായിട്ട് ഇന്റർവ്യൂ ചെയ്യണം. എനിക്ക് ഇതിന്റെ അപ്പുറത്തെ ഉള്ള വിശേഷം, അതൊരു വൈറൽ സംഭവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാ കഥകളും അപ്പോഴേ പുറത്തേക്ക് വരും. ഞാൻ നല്ലതാന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എത്ര നല്ലതൊന്നല്ല, പക്ഷെ
പക്ഷെ ചീത്തല്ല അല്ലെ. അതെ. നമ്മള് രഞ്ജിന എന്ന് പറഞ്ഞത് നല്ലവനാ ഇരിക്കാം, പക്ഷെ ரொம்ப നല്ല ഒരുപാട് നല്ല. അതെ, ഈ തങ്കത്തിന്റെ കാര്യം അറിയില്ലേ, സ്വർണം. ഒരുപാട് തങ്കമായിട്ട് കാര്യമില്ല. ഹസ്ബൻഡ് സ്വർണ്ണക്കടയിലായതുകൊണ്ട് പറയല്ല, തങ്കം അല്ല, ആള് സ്വർണ്ണക്കടയിലല്ലേ വർക്ക് ചെയ്യണം. ഒരുപാട് തങ്കമായിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ വളയ്ക്കാനോ ഒടിക്കാനോ ഒന്നും പറ്റില്ല. അത് എന്തെങ്കിലും ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഒരുപാട് നല്ല ആളായിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ലടോ. അതെ, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ നേരത്തെ പാട്ടുകളിലെ വരികളിൽ പറഞ്ഞ പോലെ കുറേയേറെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും കുറേയേറെ മുറികൾ കൊണ്ടും ഇപ്പോൾ കുറേ പേർക്ക് ഏറ്റവും ഭംഗിയുള്ള നാദമായിട്ട് അല്ലെ, സംഗീതമായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ട്. അപ്പം ശരിക്കും 2 വർഷത്തിലെത്തിയത് 20 വർഷം 200 വർഷമൊക്കെ ഇങ്ങനെ തുടർന്ന് പോട്ടെ. അത്രയും കാലം ജീവിച്ചിരുന്നെങ്കിലും ആ പേരിലൂടെ ഇത് അറിയപ്പെട്ടെ, നമ്മളിടം വളരട്ടെ. ഈ ഞാനൊന്നും നീയൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലാത്ത നമ്മളായിട്ടിരിക്കാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.